بسم الله الرحمن الرحيم فأما الإنسان إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن صدق الله مولانا العظيم وصدق وبلغ الرسول النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. വളരെ പ്രാധാന്യമുള്ള വളരെ പ്രസക്തമായൊരു വിഷയമാണ് പഠന ക്ലാസ്സിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ സദസ്സിലിരിക്കുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ കാഴ്ചയിൽ കുറവാണെങ്കിലും മദ്രസയിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ എന്ന നിലയിൽ, ആലിമീങ്ങൾ എന്ന നിലയിൽ ഓരോ വ്യക്തികളും ഓരോ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഓരോരുത്തരെയും ഓരോ ആയിരങ്ങളായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം ഈ ഓരോരുത്തരിലൂടെയും വലിയ സമൂഹങ്ങളിലേക്കാണ് ഈ സന്ദേശം എത്തുക എന്നത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വില കൽപ്പിക്കാൻ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് തന്നെ തയ്യാറായിട്ടാണ് ഈ ഒരു സദസ്സിൽ വന്നിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇൻ്ററാക്റ്റീവ് സെഷനായിട്ട് തുടങ്ങുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ ആധുനിക കച്ചവട രീതികൾ എന്ന് പറഞ്ഞപ്പോൾ മുത്തഅല്ലിമീങ്ങൾ ആണ് ഇവിടെ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടൊന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങളെന്തായിരിക്കും ഈ ആധുനിക കച്ചവട രീതികൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ആരെങ്കിലും പറയാമോ? സ്റ്റോക്ക് മാർക്കറ്റ് ഒരാൾ അഭിപ്രായം പറഞ്ഞു. പിന്നെ വേറെന്താണ്? പറഞ്ഞോളൂ. ഓരോരുത്തർക്കും അവരവരുടെ ഐഡിയയിലുള്ളത് പറയാം. അത് ഫോക്കസ് ചെയ്ത് നമുക്ക് ക്ലാസ് കൊണ്ടുപോവുകയും ചെയ്യാമല്ലോ. ഇൻഷാ അല്ലാഹ്. മറ്റെന്തെങ്കിലും? എങ്ങനെ? ട്രേഡിങ്. ട്രേഡിങ് സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് തന്നെ ഉൾപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ വേറെന്തെങ്കിലും? ഷെയർ ബിസിനസ്. EMI. ഓക്കെ, മാഷാ അല്ലാഹ്. പിന്നെ സാധാ ഷെയർ ബിസിനസ് ആയിരിക്കും ഉദ്ദേശം അല്ലേ? ഓക്കെ ഓക്കെ, മാഷാ. പിന്നെ ഇത്ര ഉള്ളോ ആധുനിക കച്ചവട രൂപങ്ങൾ? ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗം, മാഷാ അല്ലാഹ്. MLM, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഓക്കെ, മാഷാ അല്ലാഹ്. പിന്നെ വേറെന്തെങ്കിലും? ഇൻഷുറൻസ്, മാഷാ അല്ലാഹ്. പിന്നെ എങ്ങനെ? ലോൺ. മാഷാ അല്ലാഹ്. പിന്നെ എങ്ങനെ? ഓൺലൈൻ മാർക്കറ്റിംഗ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെ? ഡ്രോപ്പ് ഷിപ്പിംഗ്, മാഷാ അല്ലാഹ്. പിന്നെ ഏകദേശം കഴിഞ്ഞു അല്ലേ? ഏകദേശമായിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇത്രയും വിഷയങ്ങൾ കവർ ചെയ്യാനുള്ള സമയമില്ല എന്നുള്ളതാണ് വേറൊരു സത്യാവസ്ഥ. വിഷയങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അത്രയും വിഷയങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ചും പറയാൻ കുറേ സമയം വേണ്ടി വരും. പ്രത്യേകിച്ച് ഇൻഷുറൻസ്, ഷെയർ മാർക്കറ്റ്,
EMI, പിന്നെ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി അങ്ങോട്ടൊന്നും വരും എത്തിയില്ല അല്ലേ? ക്രിപ്റ്റോ കറൻസികളുണ്ട്. പിന്നെ ഷെയർ ബിസിനസ്സുണ്ട്, ഇന്നത്തെ ഷെയർ ബിസിനസ്സുകളുണ്ട്. പിന്നെ ഓൺലൈൻ മാർക്കറ്റിങ്ങുകളുണ്ട്, MLM, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ പിരമിഡ് സ്കീം, അതല്ലെങ്കിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, ഇങ്ങനെയൊക്കെ തുടങ്ങി പല പേരുകളിൽ അറിയപ്പെടുന്ന പല ആധുനിക കച്ചവട രൂപങ്ങളും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ചർച്ചയിൽ വന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ ശ്രമിക്കാം. എവിടെ എത്തുമെന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. എന്തായാലും എത്താൻ പറ്റുന്നത്രേ നമുക്ക് എത്തിക്കാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അടിസ്ഥാനപരമായി കച്ചവടങ്ങളെല്ലാം ഹലാല് തന്നെയാണ്. നമ്മൾ സാധാരണ ഉസൂലുകളിൽ പറയുമല്ലോ, അൽ അസ്ലു ഫിൽ അഷ്യാഇ അൽ ഇബാഹ. ഏത് കാര്യത്തിൻ്റെയും അടിസ്ഥാനം ഇബാഹത്താണ്, അനുവദനീയത എന്നതാണ്. പക്ഷെ ആ അനുവദനീയതയെ ഇല്ലാതാക്കുന്ന ഓരോ ഘടകങ്ങൾ കടന്നു വരുമ്പോഴാണ് ആ കച്ചവടങ്ങൾ അല്ലെങ്കിൽ ആ ഇടപാടുകൾ അനുവദനീയമല്ല എന്ന് പറയേണ്ടി വരുന്നത്. കാരണം പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ. കച്ചവടം അല്ലാഹു ഹലാലാക്കി, പലിശയെ അല്ലാഹു നിഷിദ്ധമാക്കി എന്നാ പറഞ്ഞത് അല്ലേ? ഒരു സൈഡിൽ ഒരു പാർട്ടായിട്ട് അല്ലാഹു പറഞ്ഞത് കച്ചവടത്തെ അല്ലാഹു ഹലാലാക്കി എന്നാണ്. അതിൻ്റെ ഒരു മറു സൈഡായിട്ട് അല്ലാഹു തആല പറഞ്ഞത് പലിശയെ അല്ലാഹു നിഷിദ്ധമാക്കി എന്നാണ്. അപ്പം അതിൻ്റെ ഒരു മറു സൈഡായിട്ടാണ് പലിശയെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പലിശ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യാം, നമ്മുടെ വിഷയത്തിൽ കടന്നു വരുന്നുണ്ട്. കച്ചവടം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു രൂപം എന്ന് പറഞ്ഞാൽ, ഒരു സാധനം നമ്മൾ കൊടുക്കുന്നു, അതിന് നമ്മൾ പണം വാങ്ങുന്നു. ഇതാണ് കച്ചവടത്തിൽ അധികവും നടക്കാറുള്ളത്. ഇപ്പോൾ ഈ കച്ചവടങ്ങളിൽ അനുവദനീയതയും അനുവദനീയത ഇല്ലാത്ത കച്ചവടങ്ങളും എന്ന് വേർതിരിക്കപ്പെടുന്നതിൻ്റെ ചില മാനദണ്ഡങ്ങൾ. ആദ്യം തന്നെ ഒരു കാറ്റഗറൈസേഷൻ നടത്തി കഴിഞ്ഞാൽ, ഒരു വിഭജനം നടത്തിയാൽ, അതിൽ ഹറാമായ വസ്തുക്കളുടെ കച്ചവടം നമ്മൾ അങ്ങോട്ട് മാറ്റിവെക്കുക. മദ്യം, അതല്ലെങ്കിൽ മയക്കുമരുന്ന്, ഇതേപോലുള്ള പിന്നെ നിഷിദ്ധമായ വസ്തുക്കൾ. ഫോർ എക്സാമ്പിൾ നമ്മൾ സിഗരറ്റ്, അതേപോലെ മറ്റ് മതക്കാരുടെ ആരാധ്യ വസ്തുക്കൾ, ഉദാഹരണത്തിന് വിഗ്രഹങ്ങളുടെ കച്ചവടം, പിന്നെ ഈ നിലവിളക്ക് പോലെയുള്ള വസ്തുക്കളുടെ കച്ചവടം, ഇങ്ങനെയുള്ള അനുവദനീയമല്ലാത്ത വസ്തുക്കളുടെ കച്ചവടം, അത് നമ്മളങ്ങോട്ട് ആദ്യം മാറ്റി വയ്ക്കുക. അപ്പോൾ അനുവദനീയമല്ലാത്തതിൻ്റെ ഏകദേശ ലിസ്റ്റ് നമുക്കെല്ലാവർക്കും അറിയാം. അത് പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇൽമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നൊരു സംഗതിയാണ്. രണ്ടാമത് വരുന്ന ഒരു രൂപമാണ് അനുവദനീയമായ കച്ചവടങ്ങളിൽ തന്നെ കടന്നു വരുന്ന ചില പ്രശ്നങ്ങൾ. ആ ചില പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അവ്യക്തത എന്ന് പറയുന്നത്. കച്ചവടങ്ങളിൽ വരുന്ന അവ്യക്തത. നമ്മൾ ഇസ്ലാമിൻ്റെ ടേമിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗറർ എന്ന് പറയും. ഗറർ അല്ലെങ്കിൽ ജഹാലത്ത് എന്ന് പറയും. രണ്ട് രൂപങ്ങളുണ്ട്. ജഹാലത്ത് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് പറയാണ്, നമ്മൾ ഹദീസിൻ്റെ കിതാബുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ ഫിഖ്ഹിൻ്റെ കിതാബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം കിതാബുൽ മുലാമസ, അല്ലെങ്കിൽ കിതാബുൽ ബൈഉൽ മുലാമസ, അല്ലെ ബൈഉൽ മുനാബദ, ബൈഉൽ ഹസാത്ത്, ഇങ്ങനെയൊക്കെയുള്ള രൂപങ്ങൾ കാണാം അല്ലേ? പല സാധനങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ടാവും. അതിലേതിൽ തൊടുന്നോ ആ സാധനം ഇത്ര രൂപ. അപ്പോൾ ഇതിലേത് സാധനത്തിൽ ഈ വാങ്ങാൻ വരുന്ന ആൾ തൊടുമെന്ന് അറിയാൻ കഴിയില്ല. അപ്പോൾ എന്താണ്, അവിടെ ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. അതല്ലെങ്കിൽ ബൈഉൽ മുനാബദ അല്ലെങ്കിൽ ബൈഉൽ ഹസാത്ത്, അഥവാ വാങ്ങാൻ വരുന്ന ആൾ അപ്പുറത്തിരിക്കുന്ന കുറേ ചരക്കുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നിട്ടൊരു കല്ലെടുത്തിങ്ങനെ എറിയുമ്പോൾ ഏത് സാധനത്തിൻ്റെ പുറത്ത് പോയി വീഴുന്നോ ആ സാധനത്തിന് ഇത്ര രൂപ. ഇതെന്താണ്, ജഹാലത്തിൻ്റെയും ഗററിൻ്റെയും രൂപങ്ങളിൽപ്പെട്ടതാണ്. അതായത് അൽ ജഹാലത്തു ബിൽ മബീഅ് അവി സമൻ, ചരക്കിനെക്കുറിച്ചോ അല്ല വിലയെക്കുറിച്ചോ ഉള്ള അവ്യക്തത. ഇത് കച്ചവടത്തിൽ കടന്നു വരുമ്പോൾ ആ കച്ചവടം അനുവദനീയമല്ലാതായി മാറും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ ചില കച്ചവടങ്ങൾ നടത്താറുണ്ട്. പോയി കടയിൽ പോയൊരു സാധനം വാങ്ങും.
വില എത്രയാണ്? അപ്പോൾ അവർ പറയും വിലയൊക്കെ നമുക്ക് കൂട്ടാം, സാധനങ്ങൾ കൊണ്ടുപോയിക്കോളേ എന്ന് പറയും. ചിലപ്പോൾ മീൻ മേടിക്കാൻ പോകുമ്പോഴായിരിക്കും വിലയൊക്കെ നമുക്ക് പിന്നെ പറയാം ഉസ്താദേ, സാധനം കൊണ്ടുപോയിക്കോളേ. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? നമ്മൾ മീൻ വാങ്ങാണ്, പക്ഷെ എന്ത് വിലയാണെന്ന് നമ്മളിവിടെ ഉറപ്പിച്ചിട്ടില്ല. നമ്മളൊരു പക്ഷേ ഒരു 150 രൂപ ഇദ്ദേഹം പറയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും മേടിച്ചുകൊണ്ട് പോകുന്നത്. പിറ്റേന്ന് വന്ന് ചോദിക്കുമ്പോഴായിരിക്കും അത് 250 രൂപ എക്സ്ട്രാക്കിലോ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ ഇവിടെ എന്താണ്? ഈ ഇടപാട് ശരിയായിട്ട് അനുവദിച്ചിട്ടില്ല. ജഹാലത്തോടു കൂടിയുള്ള കച്ചവടം. അത് ഈ ഇടക്കാലഘട്ടത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ ഇൻസ്റ്റോൾമെൻറ്റ് കച്ചവടം, EMI രൂപത്തിലേക്ക് നമുക്ക് വരാം. ഇൻസ്റ്റോൾമെൻറ്റ് കച്ചവടം ഹറാമാണ് എന്ന് പറഞ്ഞൊരു വ്യാപകമായ ഒരു ചർച്ചയും ഫത്വകളും ഒക്കെ ഒരു സമയത്തുണ്ടായി. ഇൻസ്റ്റോൾമെൻറ്റ് കച്ചവടം അറിയാമല്ലോ, നമ്മളേതെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നു, അതിന് തവണകളായിട്ട് പൈസ അടയ്ക്കുന്ന വളരെ നാളുകൾ മുമ്പ് മുതലേ നടന്നു വരുന്ന ഒരു കച്ചവട രൂപമാണ്. അപ്പോൾ ഇത് ഹലാലാണോ ഹറാമാണോ? അപ്പോൾ ഒരു പറ്റം പണ്ഡിതന്മാർ പറഞ്ഞു അത് ഹറാമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഅത്തൈനി ഫീ ബൈഅത്തിൻ. 2 കച്ചവടങ്ങൾ ഒരു കച്ചവടത്തിൽ ഒരുമിച്ച് നടക്കുന്നത് നബിതങ്ങൾ വിലക്കി. ഒരിടപാടിൽ 2 ഇടപാട് നടക്കുന്നതിനെ നബിതങ്ങൾ വിലക്കി. പ്രത്യേകിച്ച് ഉംദ പോലെയുള്ള കിതാബുകളിൽ കാണാം, മിത്ല അൻ തഖൂല ബിഅതുക ഹാദ ഥൗബ ബിഅശറത്തിൻ നഖ്ദൻ വബിനസീഅത്തിൻ ബി20. ഈ വസ്ത്രം ഞാൻ നിനക്ക് 10 രൂപയ്ക്ക് രൊക്കമാണെങ്കിൽ തന്നിരിക്കുന്നു, കടമായിട്ടാണെങ്കിൽ 20 രൂപയ്ക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കച്ചവടം സഹീഹല്ല എന്ന് ഉംദയിലെ ഒരു ഇബാറത്ത് കാണാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇബാറത്ത് കാണുന്ന ഒരാൾ എന്താണ് മനസ്സിലാക്കുക? ഇൻസ്റ്റോൾമെൻറ്റ് കച്ചവടം ഹറാമാണ്, അല്ലേ? അങ്ങനെയല്ലേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പറഞ്ഞ ഇബാറത്ത് അനുസരിച്ച് യഥാർത്ഥത്തിൽ അങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ ഇതൊരു വലിയ ചർച്ച ഇടക്കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്നതാണ്. 1-2 ആലിമീങ്ങൾ അവർ ഇൻസ്റ്റോൾമെൻറ്റ് കച്ചവടം ഹറാമാണ് എന്ന് പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഇൻസ്റ്റോൾമെൻറ്റ് കച്ചവടത്തിൽ നടക്കുന്നത്? ഈ കച്ചവടം ഹറാമാണോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഈ കച്ചവടം ഹലാൽ തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുള്ളത് നമുക്ക് രണ്ടാമത് പറയാം ഇൻഷാ അല്ലാഹ്. നമ്മൾ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ തന്നെ ഷാഫി മദ്ഹബിൻ്റെ ആയിരുന്നാലും ഹനഫി മദ്ഹബിൻ്റെ ആയാലും കിതാബുകളുടെ മുകളിലുള്ള കിതാബുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഷാഫി മദ്ഹബിൻ്റെ തുഹ്ഫ പോലെയുള്ള കിതാബുകൾ, റൗളത്തു താലിബീൻ പോലെയുള്ള കിതാബുകൾ, ഇതിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാം അതിന് ശേഷം ഒരു ഇബാറത്ത് കൊടുത്തിട്ടുണ്ട്, ലിൽ ജഹാലത്തി ബിൽ ഐവൽ. അവിടെ വില അവ്യക്തമായത് കാരണമാണ് ഈ കച്ചവടം അനുവദനീയമല്ലാതായത്. അതായത് രൊക്കമാണെങ്കിൽ 100 രൂപയ്ക്ക്, കടമാണെങ്കിൽ 150 രൂപയ്ക്ക് എന്ന് പറഞ്ഞ് കച്ചവടം നടത്തിയാൽ അവിടെ വില ഏതാണെന്ന് വ്യക്തമാകാത്തത് കൊണ്ടാണ് ആ കച്ചവടം ഹറാമാണെന്ന് പറഞ്ഞത്. വില ഫിക്സായാൽ കച്ചവടം ഹലാലാണ്. ഫഇൻ ഫാറഖ അല അഹദിൽ ഖൗലൈൻ ഫലാ ബസ്. ഇതാണ് കിതാബിലെ ഇബാറത്ത്. ഫഇൻ ഫാറഖ അല അഹദിൽ ഖൗലൈൻ ഫലാ ബസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കച്ചവടം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സാധനത്തിന് വില പേശുക. ഇവിടെ ഇതിന് എത്ര രൂപയാണ്? 100 രൂപ. കടമാണെങ്കിലോ 120 രൂപയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാങ്ങുന്നയാൾ ഇതിനകത്ത് തീർച്ചയാക്കിയില്ല 100 രൂപയ്ക്കാണോ 120 രൂപയ്ക്കാണോ വാങ്ങിയതെന്ന് വ്യക്തമാക്കിയില്ല എങ്കിലാണ് ആ കച്ചവടം എന്തല്ല എന്ന് പറഞ്ഞത്, ജായിസ് അല്ല എന്ന് പറഞ്ഞത്. ഫൈൻ ഫാറഖ അല അഹദിൽ ഖൗലൈൻ ഫലാ ബസ്. 2-ലേതെങ്കിലും ഒരു വാക്ക് ഫിക്സ് ചെയ്താൽ ആ കച്ചവടത്തിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കടം വാങ്ങുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കടമായി ഒരു സാധനം വിൽക്കുന്നതിൻ്റെ പേരിൽ ആ വസ്തുവിന് വില കൂട്ടി വിൽക്കാമോ ഇല്ലയോ? വില കൂട്ടാം. അപ്പോൾ നമ്മൾ തന്നെ പറയാം, രൊക്കമായിട്ടാണെങ്കിൽ ഈ വെള്ളം 10 രൂപയ്ക്ക് തരാം, അത് കടമായിട്ടാണെങ്കിൽ 15 രൂപയ്ക്ക് തരാം, 2 തവണയായിട്ട് 7 രൂപ വെച്ച് അടച്ചാൽ മതി എന്ന് പറഞ്ഞാൽ, ഈ വാങ്ങുന്നയാൾ പറയുകയാണെങ്കിൽ ശരി ഞാൻ കടമായിട്ട് ഇത് 15 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ജഹാലത്ത് അവിടെ മാറി. പിന്നെ അവിടെ ജഹാലത്തില്ലല്ലോ, ഈ വസ്തുവിനാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, 1 മാസം കഴിഞ്ഞ് പൈസ തരാമെന്ന് പറഞ്ഞാണ് വാങ്ങിയത്. വാങ്ങിയതിന് ശേഷം പിന്നെയും 1 മാസം കൂടെ താമസിച്ചു പൈസ തരാൻ. 1 മാസത്തെ അവധി വെച്ച് വെള്ളം വാങ്ങി,
ആ ടൈമിൽ പൈസ തന്നില്ല, വീണ്ടും ടൈം താമസിച്ചാൽ ഈ വിലയിൽ വർധനവ് വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ അതെന്തായി മാറും? പലിശയായി മാറും. അതാണ് റിബൻ നസീഅത്ത്. സമയമാകുമ്പോൾ പൈസ അടയ്ക്കാൻ നമ്മളോട് പറയുകയും ആ പൈസ അടയ്ക്കാത്തതിൻ്റെ പേരിൽ അതിനേക്കാൾ കൂടുതലായി എന്തെങ്കിലും തുകകൾ ഫൈൻ എന്ന പേരിലോ ചാർജ് എന്ന പേരിലോ എന്തു വന്നാലും അത് പലിശയായിട്ട് കണക്കാക്കപ്പെടും. അപ്പോൾ നമ്മുടെ നാടൻ രീതി അനുസരിച്ച് നമ്മുടെ നാട്ടിൽ നമ്മൾ കറണ്ട് ചാർജ് അടയ്ക്കാറുണ്ട് അല്ലേ, നമ്മൾ സ്ഥലത്തിൻ്റെ കരം അടയ്ക്കാറുണ്ട്, ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാറുണ്ട്, ഈ പോസ്റ്റ് പെയ്ഡ് ബില്ലുകൾ നമ്മൾ അടയ്ക്കാറുണ്ട്, ടെലിഫോൺ ചാർജ് അടയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ നികുതികളൊക്കെ നമ്മൾ അടയ്ക്കാറുണ്ട്. അപ്പോൾ ഇത് അടയ്ക്കാതെ വരുമ്പോൾ അവരൊരു ടൈം പറയും. ഉദാഹരണത്തിന് കറണ്ട് ചാർജ് 10-ാം തീയതി ഇറങ്ങി, അത് കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അടച്ചിരിക്കണം എന്നതാണ് സർക്കാരിൻ്റെ നിയമം. ഈ 15 ദിവസം കഴിഞ്ഞ് നീണ്ടുപോയി കഴിഞ്ഞാൽ അതിന് ഇത്ര രൂപ ഫൈൻ വരും അല്ലേ? പൊതുവെ അങ്ങനെയാണ് കാണുന്നത്. ഇങ്ങനെ വരുന്ന ഫൈൻ പലിശയാണ്. അതുകൊണ്ടൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് വരുന്ന ബില്ലുകൾ, അത് കറണ്ട് ബില്ലാണെങ്കിലും കൊള്ളാം, മൊബൈൽ ചാർജിൻ്റെ ബില്ലാണെങ്കിലും കൊള്ളാം, ടാക്സിൻ്റെ ബില്ലാണെങ്കിലും കൊള്ളാം, അത് കൃത്യസമയത്ത് അടച്ചിരിക്കുക എന്ന വിഷയത്തിൽ അവൻ സൂക്ഷ്മത കാണിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ എന്തു വരും? നമ്മൾ പലിശ കൊടുക്കുന്ന ഒരു സാഹചര്യം അവിടെ കടന്നു വരും. പലിശ കൊടുക്കുക എന്ന് പറയുന്നൊരു പ്രശ്നം അവിടെ കടന്നു വരുന്നുണ്ട്. കാരണം പലിശ എന്ന് പറഞ്ഞാൽ എന്താണ്? പലിശ എന്ന് പറഞ്ഞാൽ എന്താണ്? കുല്ലു ഖറളിൻ ജറ നഫ്അൻ ഫഹുവ റിബൻ. നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു കടം, അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുന്ന ഒരു കടം, ആ കടത്തിൻ്റെ പേരിൽ അതിനെന്തെങ്കിലും ഒരു പ്രയോജനം നമ്മൾ നിബന്ധന വെച്ചാൽ അത് പലിശയായിട്ട് മാറും. മറ്റൊരു നിർവചനം പറയുന്നുണ്ട്, ഹുവൽ ഖറളുൽ മഷ്റൂതു ഫീഹിൽ അജൽ വസിയാദതു മാലിൻ മിനൽ മുസ്തഖ്രിർ. അവധി നിശ്ചയിക്കപ്പെടുന്ന, അവധി നിബന്ധനയാക്കപ്പെടുകയും കടം മേടിക്കുന്നയാളിൽ നിന്ന് അധികമായി എന്തെങ്കിലും തരണമെന്ന് നിബന്ധനയും വെക്കുന്ന എല്ലാ കച്ചവട ഇടപാടുകളും അല്ലെങ്കിൽ എല്ലാ രൂപങ്ങളും പലിശയാണ്. ഇപ്പോൾ ഇവിടെ അതാണ് സംഭവിക്കുന്നത്. നമ്മളോട് ഇത്ര രൂപ ഇന്ന സമയത്ത് തരണമെന്ന് പറയുന്നു. ആ തരുന്ന സമയത്ത്, ആ പറയുന്ന സമയത്ത് നമ്മൾ ആ പൈസ കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഇവിടെ ഈ സിയാദത്ത് വരുന്നത്. അങ്ങനെ വന്നാൽ അതെന്തായിട്ട് വരും? പലിശയായിട്ട് വരും. നമ്മൾ പൊതുവെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു സംഗതിയായതുകൊണ്ട് അത് സൂചിപ്പിച്ചതാണ്. പൊതുവെ ഈ കറണ്ട് ബില്ല് അടയ്ക്കുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ വീടിൻ്റെ കരമടയ്ക്കുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ കരമടയ്ക്കുന്ന വിഷയത്തിലൊക്കെ പലപ്പോഴും നമ്മുടെ ആളുകൾ അശ്രദ്ധരാണ്. വർഷങ്ങൾക്ക് ശേഷമൊക്കെ പോയി കരമടയ്ക്കുമ്പോൾ അവർ പറയും ഇത്ര രൂപ ഫൈനും കൂടെ ഉണ്ടെന്ന് പറയും. നമ്മൾ കൂളായിട്ട് അത് അടയ്ക്കും പോകും. ഇങ്ങനെ ഒരു പ്രവണത പൊതുവെ ആളുകളിൽ വ്യാപകമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജനങ്ങൾക്ക് ഉണർത്തി കൊടുത്തെങ്കിലേ അത് ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ. അവിടെ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ ഓരോ കൊടുക്കേണ്ട പൈസകളും കൃത്യമായി അതിൻ്റെ സമയത്ത് കൊടുത്തു വീടുന്ന വിഷയത്തിൽ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം എന്നതും കൂടെ ഇതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇൻഷുറൻസിൻ്റെ വിഷയത്തിൽ ഇൻഷുറൻസ് അല്ല, നമ്മൾ പറഞ്ഞ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിഷയത്തിൽ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. രണ്ടാൽ ഒരു വില ഫിക്സ് ചെയ്തിട്ടാണ് ആ കച്ചവടം നടത്തുന്നതെങ്കിൽ ആ കച്ചവടം ജായിസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളിൽ കടന്നു വരാറുള്ള ഒരു ചോദ്യമാണ്, ഇൻസ്റ്റാൾമെൻറ്റ് കച്ചവടം ഹലാലാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് EMI ഹലാലാകാത്തത്? CC എന്തുകൊണ്ടാണ് ഹലാലാകാത്തത്? ഇപ്പോൾ പലർക്കും CC ഒക്കെ ഹലാലാണ്, പക്ഷെ നമുക്ക് ഹലാലായിട്ടില്ല. എൻ്റെ പഠനപ്രകാരം പലർക്കും CC ഹലാലാണ്. പലരും ഇപ്പോൾ വണ്ടി എടുക്കലൊക്കെ ഹലാലാക്കിയിട്ടുണ്ട്. ഫത്വകളൊക്കെ അങ്ങനെ ഉണ്ട്, ഇപ്പോൾ അവൈലബിളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കടന്നു വരുന്നൊരു വിഷയമാണ് EMI എന്തുകൊണ്ട് ഹലാലാകുന്നില്ല, CC എന്തുകൊണ്ട് ഹലാലാകുന്നു? ഈ EMIയും CC നമുക്ക് രണ്ടായിട്ട് തന്നെ ചർച്ച ചെയ്യാം. കാരണം നമ്മൾ ബാങ്കിങ് മേഖലകളിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ബാങ്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് BFC എന്ന് പറയും. BFC എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന SBI, ഫെഡറൽ ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ICICI ബാങ്ക്, ഇങ്ങനെ തുടങ്ങുന്ന ബാങ്കുകൾക്കാണ് BFC എന്ന് പറയപ്പെടുന്നത്, ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. ഇവർ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് നമുക്ക് അവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് എന്തെങ്കിലും പൈസ ആവശ്യമുണ്ടെങ്കിൽ അവർ പൈസയായിട്ട് തന്നെ കടവും തരും. അവരൊരു സാധനങ്ങളും വാങ്ങുകയോ വിൽക്കുകയോ ഒന്നും ചെയ്യൂല. മറിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ അവർ സൂക്ഷിക്കാൻ വേണ്ടി വാങ്ങി വെക്കും. ആ വാങ്ങി വെക്കുന്ന പൈസയ്ക്ക് അവർ നിർണ്ണയിക്കുന്ന ഒരു പലിശ നമുക്ക് തരും. അപ്പോൾ ബാങ്കിൻ്റെ
പ്രവർത്തന രീതി അതാണ്. ഒരു രൂപം. മറ്റു പല രൂപങ്ങളും ബാങ്കിലുണ്ട്, പ്രവർത്തനങ്ങളുണ്ടെങ്കിലും പൈസ കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പ്രവർത്തനം ഇതാണ്. അവർ നമ്മുടെ കയ്യിലുള്ള പൈസ വാങ്ങി വെക്കുന്നു, അതിനവരൊരു നിശ്ചിത പലിശ നമുക്ക് തരുന്നു. രണ്ട്, നമുക്ക് ആവശ്യം വരുമ്പോൾ അവർ അതിന് വേണ്ട ഈടുകളോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് നമുക്ക് പണം കടം തരുന്നു, അതിനവർ പലിശ ഈടാക്കുന്നു. ഇതാണ് BFCകൾ, ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. മറ്റൊന്ന് NBFC അഥവാ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് അഥവാ ഇവരുടെ പ്രവർത്തനത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. അവരാണ് നമ്മൾ ഈ EMIയുടെ മേഖലയിൽ അറിയപ്പെടുന്ന ആളുകൾ. ആര്? ബജാജ് ഫിൻസർവ് ഒക്കെ പോലെയുള്ള കമ്പനികൾക്കാണ് നമ്മൾ NBFC എന്ന് പറയുന്നത്. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഡെപ്പോസിറ്റായിട്ട് സ്വീകരിക്കില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഡെപ്പോസിറ്റായിട്ട് സ്വീകരിക്കുകയില്ല. നമുക്കവർ ക്യാഷായിട്ട് ലോണും തരികയില്ല. മറ്റേ ബാങ്ക് ഇത് രണ്ടും ചെയ്യും, ഇവരിത് രണ്ടും ചെയ്യുകയില്ല. മറിച്ച് അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്, നമുക്കെന്തെങ്കിലും വസ്തുവകകൾ വാങ്ങണമെങ്കിൽ മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ അതല്ല ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ അതല്ല കട്ടിലോ ബെഡോ മറ്റിതര വസ്തുക്കളോ ഏതെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? തവണ വ്യവസ്ഥയിൽ നമുക്ക് പൈസ വായ്പ തരും. പക്ഷെ നമ്മുടെ കയ്യിലോട്ട് തരികയില്ല, നമുക്ക് വേണ്ടി കച്ചവടക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് ഇട്ട് കൊടുക്കും. ഇതാണ് NBFCകൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് തവണകളായിട്ട് അവർ പൈസ തിരിച്ചു വാങ്ങും. ഈ BFCകളും NBFCകളും ഒരു അടിസ്ഥാന വിഷയം പറയാൻ വേണ്ടിയാണ് ഈ വിഷയം ആദ്യം പറയുന്നത്. അത് പറയുമ്പോൾ പകുതി പ്രശ്നം മാറും. ഈ BFCകളും NBFCകളും പ്രവർത്തിക്കുന്നത് RBIയുടെ കീഴിലാണ്. RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ BFCകളും NBFCകളും പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചാൽ RBIയുടെ റെഗുലേഷൻസും ഗൈഡ് ലൈൻസും അനുസരിച്ച് മാത്രമേ, അഥവാ അവരുടെ ഷർത്തുകളും അതുപോലെ തന്നെ അവരുടെ കണ്ടീഷൻസൊക്കെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഈ രണ്ട് സാമ്പത്തിക സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കാൻ അനുവാദമുള്ളൂ. ഒരു BFCക്കും NBFCക്കും RBIയുടെ ഗൈഡ് ലൈനിന് വിരുദ്ധമായി എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രവർത്തിക്കാൻ പറ്റില്ല. RBIയുടെ ഗൈഡ് ലൈനിൽപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ബാങ്കുകളും ഒരു ചരക്കും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ പാടില്ല. ഒരു ബാങ്കിനും ഒരു ചരക്ക് വാങ്ങാനോ വിൽക്കാനോ ഉള്ള പെർമിഷൻ ഇല്ല. ഒരു ചരക്കും വാങ്ങാൻ പാടില്ല, ഒരു ചരക്കും വിൽക്കാൻ പാടില്ല. അവരുടെ ബാങ്കിൻ്റെ ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ വിൽക്കാനൊന്നും കുഴപ്പമില്ല, പക്ഷേ വേറൊരാൾക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക് ബാങ്ക് വരുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം തന്നെ ഈ കണ്ടീഷനാണ്. കൺവെൻഷണൽ ബാങ്ക് എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ ഇന്നത്തെ ബാങ്കുകൾ, പരമ്പരാഗത ബാങ്കുകൾക്കാണ് നമ്മൾ കൺവെൻഷണൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. അഥവാ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ലിസ്റ്റ്, SBI, ഫെഡറൽ ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ICICI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇങ്ങനെയുള്ള ബാങ്കുകൾ. ഈ ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാമിക് ബാങ്കിങ്ങിൽ നടക്കുന്ന എന്താണ്? ഇസ്ലാമിക് മോഡ് ഓഫ് ഫിനാൻസിങ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക് ബാങ്കുകൾ എന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ രൂപത്തിലുള്ള, അല്ലെ ഇസ്ലാം അനുവദിക്കുന്ന രൂപത്തിൽ സാമ്പത്തിക സഹായം ചെയ്യുക. ആർക്ക്? ബിസിനസ് നടത്തുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അതുപോലുള്ള സംരംഭങ്ങൾ. നമ്മൾ സാറിന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ ഇസ്ലാമിക് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് കടം കൊടുക്കാനുള്ള, പലിശ ഇല്ലാതെ വായ്പ കൊടുക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനമാണെന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ് സത്യത്തിൽ. പക്ഷേ ഇസ്ലാമിക് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ അതല്ല. ഇസ്ലാമിൽ ഈ ഇസ്ലാമിക് ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറയുന്നതനുസരിച്ചാണെങ്കിൽ സക്കാത്ത് പോലെയുള്ള സംവിധാനങ്ങൾ, സദക്ക പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ട് ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഒരു നാട്ടിലുള്ള സമ്പന്നരായ ആളുകളെ സമീപിച്ച് അവരുടെ കയ്യിൽ നിന്ന് സക്കാത്ത് വാങ്ങി, അല്ലെങ്കിൽ സമ്പന്നരായ ആളുകളിൽ നിന്ന് സദക്കകൾ വാങ്ങി, റിലീഫ് ഫണ്ടുകൾ പോലുള്ളത് ഉപയോഗപ്പെടുത്തി പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കടം വീട്ടാനും അവരുടെ ദുരിതങ്ങൾ അകറ്റാനും അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായ സഹകരണങ്ങൾ ചെയ്യാനും ഒക്കെ നമുക്ക് ആ പൈസ ഉപയോഗപ്പെടുത്താം. പക്ഷേ ഇസ്ലാമിക് ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലാർജ് ലെവലിൽ, ലാർജ് സ്കെയിലിൽ, കുറച്ചുകൂടെ വലിയ ഓൺട്രപ്രൂണർഷിപ്പ് അഥവാ കച്ചവടങ്ങൾ നടത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ വലിയ കമ്പനി നടത്തുന്ന, അല്ലെങ്കിൽ ഫാക്ടറി നടത്തുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യലാണ് അടിസ്ഥാനപരമായി ഇസ്ലാമിക് ബാങ്കുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പല മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പങ്കുകച്ചവടവുമായി ബന്ധപ്പെട്ട് വരുന്നിടത്ത് അത് നമുക്ക് ചർച്ചയെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ടെന്ന് പറയുകയാണ്, നമ്മൾ സാധാരണ പറയുന്ന കച്ചവട രൂപങ്ങളിൽപ്പെട്ട പങ്ക് കച്ചവടത്തിൻ്റെ രൂപത്തിൽ പറയുന്ന മുഷാറക്ക, അതുപോലെ തന്നെ മുദാറബ, മുറാബഹ, ഇജാറ, ഇസ്തിസ്നാ, ഇങ്ങനെയൊക്കെ തുടങ്ങിയ രൂപങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
ഇത് ഓരോന്നിനും വിശദീകരണം ആവശ്യമാണ്. ഈ പറയപ്പെട്ട ഓരോ മോഡ് ഓഫ് ഫിനാൻസിങ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ബാങ്ക് നമുക്ക് കച്ചവടത്തിൽ ഒന്നുകിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ, ഇപ്പോൾ മുദാറബ എന്ന് പറയുമ്പോൾ നമുക്ക് കച്ചവടം അറിയാം, പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ബാങ്ക് പറയുകയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും, ബിസിനസ്സിനകത്ത് പ്രോഫിറ്റ് ഇത്ര ശതമാനം ഞങ്ങൾക്ക് തരണം എന്ന വ്യവസ്ഥയിൽ ഇസ്ലാമിക് ബാങ്കിങ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഓപ്ഷനാണ് മുദാറബ എന്ന് പറയുന്ന ഓപ്ഷൻ. മുഷാറക്ക എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഫണ്ടുണ്ട്, ബാങ്ക് ഒരു ഫണ്ട് തരും. അത് ഈക്വൽ ആണോ എന്നൊന്നുമില്ല. 25% ഞാൻ മുടക്കുന്നു, 75% ബാങ്ക് മുടക്കുന്നു, 50% ഞാൻ മുടക്കുന്നു, 50% ബാങ്ക് മുടക്കുന്നു. ഇങ്ങനെ മുടക്കിയിട്ട് കച്ചവടത്തിനകത്ത് ലാഭം നഷ്ടം വീതിക്കുന്ന സംവിധാനം. ലാഭനഷ്ടത്തിന് ഇസ്ലാമിൽ അടിസ്ഥാനപരമായൊരു പോളിസി ഉണ്ട്. പ്രോഫിറ്റ് ഈസ് കണ്ടീഷണൽ, ലോസ് ഈസ് പ്രൊപ്പോർഷണൽ. അർറിബ്ഹു അലാ മത്തഫഖ വൽ വദിഅതു അലാ ഖദ്രിൽ മാൽ. അതാണ് ലാഭനഷ്ടത്തിൻ്റെ പൊതു തിയറി. നേരത്തെ പറഞ്ഞ ഷെയർ ബിസിനസ്സിനകത്ത് ഇപ്പം വ്യാപകമായി നടക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മളൊരാൾക്ക് 1 ലക്ഷം രൂപ കച്ചവടത്തിന് കൊടുക്കുന്നു, അല്ലെ 2 ലക്ഷം രൂപ കച്ചവടം കൊടുക്കുക, അല്ലെ 5 ലക്ഷം രൂപ ഒരാളുടെ കച്ചവടത്തിന് കൊടുക്കുകയാണ്. ഇപ്പം നാട്ടിൽ നടക്കുന്ന ഒരു വ്യാപകമായ രൂപമുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് 2000 രൂപ വെച്ച് തന്നേക്കാം മാസം, അല്ലെങ്കിൽ 3000 രൂപ വെച്ച് തന്നേക്കാം എന്ന് പറയും. അപ്പോൾ 5 ലക്ഷം രൂപ കൊടുത്താൽ മാസം തോറും എത്ര കിട്ടും? 15000 രൂപ കിട്ടും. ഞാൻ ഈ 15000 രൂപ മേടിച്ചിട്ട് അനങ്ങാതിരിക്കുകയാണ്. ഇതിനകത്ത് കച്ചവടം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, ഇത് ലാഭവിഹിതമാണോ ഒന്നും ചോദിച്ചാൽ ഒന്നും അറിയില്ല. നമുക്കൊരു തുക തരും. അത് അധികവും ആളുകൾ ഇന്ന് ചെയ്യുന്ന രൂപം എന്ന് പറഞ്ഞാൽ ROI എന്നാണ് അതിന് പറയുക, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ കൊടുക്കുന്ന മുതലിൻ്റെ ഒരു ശതമാനം നിശ്ചയിച്ചിട്ട് അത് ലാഭവിഹിതമായിട്ട് നമുക്ക് തരും. ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ പ്രശ്നമായ അൽ മുഖ്തദിർ ജ്വല്ലറി പോലുള്ളവരൊക്കെ സ്വീകരിച്ചിരുന്ന സമീപനം ഇതായിരുന്നു. അവർ ചെയ്യുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുക. അപ്പം ചിലർക്കൊന്നും അത് മനസ്സിലാകണമെന്നില്ല. യഥാർത്ഥത്തിൽ നടക്കുന്നത് നമ്മുടെ മൂലധനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ലാഭം നിശ്ചയിച്ചിട്ട് നമുക്ക് തരികയാണ്. ഇത് ജായിസാണോ? മൂലധനത്തിൻ്റെ ശതമാനം ലാഭമായിട്ട് നിശ്ചയിച്ചാൽ അത് ജായിസാവുമോ? ജായിസാവൂല. കിതാബുകളിൽ കാണാം ലാ യജൂസു അൻ യകൂന റിബ്ഹു നിസ്ബത്തൻ മിർ റഅസിൽ മാൽ. ലാഭവിഹിതം ഒരിക്കലും ക്യാപിറ്റലിൻ്റെ അഥവാ മുടക്ക് മുതലിൻ്റെ അല്ലെങ്കിൽ മൂലധനത്തിൻ്റെ ശതമാനമാവുക എന്നത് ജായിസ് അല്ല. കാരണം അങ്ങനെ വന്നാൽ അതെന്തായി പോവും? പലിശയാവും. കാരണം നഷ്ടത്തിൽ അയാൾക്ക് പങ്കാളിത്തമില്ല. ശരീഅത്തിൻ്റെ പൊതു നിയമമാണ് ഇന്നമൽ ഖറാജു ബിൽ ളമാൻ. കച്ചവടത്തിൻ്റെ ഉസൂലുകളിൽപ്പെട്ടതാണ് ഇന്നമൽ ഖറാജ്. കച്ചവടത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ ഒരുപാട് കാര്യങ്ങളിൽ ഉസൂലായി വരുന്ന ഒരു കാര്യമാണ് ഇന്നമൽ ഖറാജു ബിൽ ളമാൻ. എ ബെനഫിറ്റ് ഈസ് എഗെയിൻസ്റ്റ് എ റിസ്ക്. ഇതാണ് ശരീഅത്തിൻ്റെ പോളിസി. ഒരു പ്രയോജനം നമുക്ക് കിട്ടണമെങ്കിൽ ആ പ്രയോജനം എന്ന് പറയുന്നത് ഒരു റിസ്കിന് എഗെയിൻസ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കച്ചവടത്തിലേക്ക് 1 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണ് ഈ കച്ചവടത്തിൽ കിട്ടുന്ന ലാഭത്തിൻ്റെ ഇത്ര ശതമാനം നിങ്ങൾക്ക് ലാഭമായിട്ട് തരാം എന്ന് പറയുമ്പോൾ ആ മുടക്കു മുതലിൻ്റെ ശതമാനത്തിൻ്റെ ആനുപാതികമായി നഷ്ടം സഹിക്കാനും നമ്മൾ സന്നദ്ധരായിരിക്കണം. അപ്പോൾ അവിടെ നിയമം വരുന്നത് എന്താണ്? ലാഭം നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിഫാക്കിലാകാം. ലാഭം രണ്ടു കൂട്ടർക്കും തീരുമാനിക്കും. ഉദാഹരണത്തിന് ഞാനൊരു 5 ലക്ഷം രൂപ മുടക്കുന്നു, ഉസ്താദ് 10 ലക്ഷം രൂപ മുടക്കുന്നു. 15 ലക്ഷം രൂപ മുടക്കിയിട്ടൊരു കച്ചവടം തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ മുടക്ക് എത്രയാണ്? 5 ലക്ഷം. ഉസ്താദിൻ്റെ മുടക്ക് എത്രയാണ്? 10 ലക്ഷം. അപ്പോൾ എൻ്റെ മുടക്കിൻ്റെ ഇരട്ടിയുണ്ട് ഉസ്താദിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ മൊത്തം നോക്കുമ്പോൾ ശതമാനം എത്രയുണ്ട്? എൻ്റെ മുടക്ക് മുതൽ 33.33%, ഉസ്താദിൻ്റെ മുടക്ക് മുതൽ 66.66%. പക്ഷെ ബിസിനസ് ചെയ്യുന്നത് ഞാനാണ്. ഉസ്താദ് വർക്കൊന്നും ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ മുദാറബ പ്ലസ് മുഷാറക്ക എന്നൊക്കെ വേണം പറയാം. ഇത് മുഷാറക്കയാണ്, മുദാറബല്ല മുഷാറക്ക. രണ്ടുപേരും പൈസ മുടക്കുന്നു. പക്ഷേ ഏറ്റവും വ്യത്യസ്തം നമ്മൾ ഷിർക്കത്തുൽ ഇനാൻ എന്നൊക്കെ പറയുന്ന രൂപം. അത് പറയുന്നത് ഫിഖിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ടേമായിട്ട് അത് പറഞ്ഞു പോയതാണ്. ഷിർക്കത്തുൽ ഇനാനിൽ എന്താണ് ഏറ്റവും വ്യത്യാസത്തോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എങ്ങനെ ലാഭം നിശ്ചയിക്കും? ഞാൻ 33% മുടക്കി, ഉസ്താദ് 66.66% മുടക്കി. ഞാനാണ് കച്ചവടം ചെയ്യുന്നത്, ഉസ്താദ് കച്ചവടമൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ എങ്ങനെ ലാഭവിഹിതം നിശ്ചയിക്കാം? ഈ ലാഭവിഹിതം നിശ്ചയിക്കുമ്പോൾ ഷാഫി മദ്ഹബിൻ്റെ ബേസിൽ പറഞ്ഞാൽ
ക്യാപിറ്റലിൻ്റെ ബേസിൽ മാത്രമേ ലാഭം നിശ്ചയിക്കാൻ പാടുള്ളൂ എന്നാണ്. അർറിബ്ഹു ഫി റഅ്സിൽ മാൽ, റഅ്സുൽ മാൽ അഥവാ ക്യാപിറ്റലായി മൂലധനത്തിന് മാത്രമാണ് ലാഭവിധം നിശ്ചയിക്കുക. തസാവയ ഫിൽ അമലി അം തഫാവത്ത, എൻ്റെയും ഉസ്താദിൻ്റെയും ജോലിയിൽ തമ്മിൽ ഏറ്റക്കുറവുണ്ടെങ്കിലും കൊള്ളാം, രണ്ടുപേരും തുല്യമായി ജോലി ചെയ്താലും കൊള്ളാം, എൻ്റെ മുടക്കുമുതലിൻ്റെ ആനുപാതികമായ 33.33% ലാഭം എനിക്കെടുക്കാം, 66.66% ലാഭം ഉസ്താദിനെടുക്കാം. ഇന്നത് പറഞ്ഞാൽ ആൾക്കാർ ഓടിക്കും അല്ലേ? പക്ഷേ ഹനഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും ആ വിഷയത്തിലുള്ള മസാല അർറിബ്ഹു ഫി റഅ്സിൽ മാൽ വൽ അമൽ വദ്ദമാൻ, 3 മാനദണ്ഡങ്ങളുണ്ട്. കച്ചവടത്തിൻ്റെ മൂലധനം, വർക്ക് പ്ലസ് റിസ്ക്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ ജോലി ചെയ്യുന്നു, എനിക്ക് 5 ലക്ഷം രൂപ മുടക്കുള്ളൂ, ഉസ്താദിന് 10 ലക്ഷം രൂപ മുടക്കുണ്ട്. അപ്പോൾ എനിക്ക് ജോലിയും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ശതമാനം കൂട്ടി പറയാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് 60% ലാഭം എനിക്ക്, 40% ലാഭം നിങ്ങൾക്ക് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ വർക്കിൻ്റെയും റിസ്കിൻ്റെയും കൂടെ കൂട്ടി ഒരു ശതമാനം മൊത്തത്തിൽ പറയുന്നു. എന്നിട്ട് ലാഭം വരുമ്പോൾ ഉദാഹരണത്തിന് 1 ലക്ഷം രൂപ ലാഭം കിട്ടി. അപ്പോൾ എത്ര രൂപ കിട്ടും എനിക്ക്? 60,000 രൂപ കിട്ടും. ഉസ്താദിന് എത്ര കിട്ടും? 40,000 കിട്ടും. ഇതിന് വേണമെങ്കിൽ എനിക്കിവിടെ സമ്മതിക്കാം, എനിക്ക് 50% ലാഭം, നിങ്ങൾക്ക് 50% ലാഭം. ഉസ്താദിൻ്റെ മുടക്ക് 66.66%, എൻ്റെ മുടക്ക് 33.33%. പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് 50% ലാഭം, ഉസ്താദിന് 50% ലാഭം. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് 70% ലാഭം, ഉസ്താദിന് 30% ലാഭം. പരസ്പരം ഇത്തിഫാക്കിലായാൽ, പരസ്പരം ധാരണയിലായാൽ ലാഭത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. പക്ഷേ നഷ്ടം വന്നാൽ എന്ത് ചെയ്യും? സാധാരണ ഇപ്പോൾ എല്ലാ കച്ചവടക്കാരും പറയും, ലാഭം നിങ്ങൾ 60% എടുക്കുന്നതല്ലേ, അപ്പോൾ നഷ്ടം 60% സഹിക്കണം എന്നാണ് പൊതുവെ എന്ത് ചെയ്യാറുള്ളത്, ആളുകൾ നാടൻ കച്ചവട രൂപത്തിൽ പറയാറുള്ളത്. പക്ഷേ ശരീഅത്തിൻ്റെ വീക്ഷണം അങ്ങനെയല്ല. വൽ വദിഅതു അലാ ഖദ്രിൽ മാൽ, നഷ്ടം വന്നാൽ നഷ്ടം എന്താണ്? പ്രൊപ്പോഷണലാണ്. അഥവാ ഓരോരുത്തരുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അയാളുടെ ക്യാപിറ്റലിൻ്റെ എത്ര ശതമാനമാണോ ആ ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നഷ്ടം സഹിക്കാൻ. അപ്പോൾ ഇവിടെ 1 ലക്ഷം രൂപ ലാഭം വന്നാൽ ഞാൻ 60,000 എടുക്കും, ഉസ്താദിന് 40,000 കൊടുക്കും. പക്ഷെ നഷ്ടമാണ് 1 ലക്ഷം വരുന്നതെങ്കിലോ ഞാൻ 33,333 രൂപ നഷ്ടം സഹിക്കണം, ഉസ്താദ് 66,666 രൂപ നഷ്ടം സഹിക്കണം. ഇതാണ് പ്രൊപ്പോഷണൽ എന്ന് പറയുന്നത്. പിടികിട്ടിയോ സംഗതി? അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്ര ശതമാനമാണോ അത്രയും ശതമാനം നഷ്ടം ആ ഇൻവെസ്റ്റ് ചെയ്യുന്നയാൾ സഹിക്കണം. അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് വേറെ ചില രൂപങ്ങളൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ കുറച്ചിട്ട് രണ്ടുപേരുടെയും ലാഭവും നഷ്ടവും തുല്യമാക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ 2-3 ദിവസം മുമ്പ് തന്നെ ഒരാൾ ഒരു എഗ്രിമെൻ്റ് ഇട്ട് തന്നിട്ടുണ്ട്. UAE ഒരു ടീമാണ്. അവർ ഒരു പാർട്ണർഷിപ്പ് ചേർന്നിട്ട് അദ്ദേഹം അതായത് മെയിൻ ബിസിനസ് നടത്തുന്ന ആൾ 10,000 ദിർഹംസാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വേറൊരാൾ 35,500 ദിർഹംസ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. വേറൊരാൾ 16,750 ദിർഹംസ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അയച്ചു തന്ന എഗ്രിമെൻറ്റിനകത്ത് അവർ എഴുതിയിരിക്കുന്നത് ഈ കച്ചവടത്തിൻ്റെ 85% ഇക്വിറ്റി ഓണർഷിപ്പ്, അഥവാ ഈ കച്ചവടത്തിൻ്റെ 85% ഉടമസ്ഥാവകാശം ആർക്കായിരിക്കും? അവരുടെ വ്യവസ്ഥ അനുസരിച്ച് ഈ 10,000 മുടക്കുന്നയാൾക്ക് 85% ഓണർഷിപ്പ്. അദ്ദേഹമാണ് ബിസിനസ് നടത്തുന്നത്. 33,500 ദിർഹംസ് മുടക്കുന്ന ആളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം 55% വരും. പക്ഷെ അയാൾക്ക് ഇദ്ദേഹം കൊടുക്കുന്ന പ്രോഫിറ്റ് 10%. 85% ആരെടുക്കും? 10,000 മുടക്കിയ ആളെടുക്കും. 33,500 ദിർഹം മുടക്കിയ ആൾക്ക് 10% ലാഭം കൊടുക്കും. 16,750 ദിർഹംസ് മുടക്കിയ ആൾക്ക് 5% ലാഭം കൊടുക്കും. ഓക്കെയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞ ഭാഗം ഓക്കെയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. 1 ലക്ഷം ദിർഹംസ് നഷ്ടം വന്നു എന്നാൽ എങ്ങനെ സഹിക്കണം? അത് ഈ പ്രൊപ്പോർഷനിൽ തന്നെയല്ലേ സാർ? ഞാൻ പറഞ്ഞു അവിടെയാണ് പ്രശ്നം. അവിടെ നഷ്ടം സഹിക്കേണ്ടി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 55% ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആൾ 55% നഷ്ടം സഹിക്കണം. 16,750 ദിർഹംസ് മുടക്കിയ ആൾ 28% നഷ്ടം സഹിക്കണം. 10,000 മുടക്കിയ ആൾ 17% നഷ്ടം സഹിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അസ്വസ്ഥത വരില്ലേ?
ലാഭത്തിൻ്റെ 85% മറ്റേയാൾ കൊണ്ടുപോകും. പക്ഷേ ഈ പൈസ നഷ്ടം വരുമ്പോൾ ഭീമമായ തുക ഇവർ നഷ്ടം സഹിക്കേണ്ടി വരുന്നു. പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രശ്നം വരും, അതുകൊണ്ട് അവരോടൊന്നുകൂടെ ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഇതിനെന്തെങ്കിലും സൊല്യൂഷനുണ്ടോ? ഈ പാർട്ണർഷിപ്പും ലോസും അഥവാ ലാഭവും നഷ്ടവും ഈക്വലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു സൊല്യൂഷനുണ്ട്, സൊല്യൂഷൻ പറഞ്ഞു തരാം, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോളുക. അപ്പോൾ എന്താണ് സൊല്യൂഷൻ? ഞാൻ പറഞ്ഞു, ഒരു പണി ചെയ്യുക. നിങ്ങളുടെ ഇപ്പോൾ 10,000 ദിർഹംസേ ഉള്ളൂ, മറ്റേ ആളുടെ 33,500 ദിർഹംസ് ഉണ്ട്, ഇയാളുടെ 16,750 ദിർഹംസ് ഉണ്ട്. ഒരു പണി, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പറഞ്ഞ റേഷ്യോയിലേക്ക് മാറ്റാൻ പറഞ്ഞു. 85% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, 10% രണ്ടാമത്തെ ആളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക, 5% മൂന്നാമത്തെ ആളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അതെങ്ങനെ സാധിക്കും? അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് 60,000 ദിർഹംസാണ് ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിൽ അതിനകത്ത് 17% 10,000 ദിർഹംസ് ആണല്ലോ ആദ്യം പറഞ്ഞ ആൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പം അയാൾ ചെയ്യേണ്ട പണി ഈ മറ്റവരുടെ രണ്ടുപേരുടെയും പെർസെൻറ്റേജ് എടുക്കുക. അപ്പോൾ എന്ത് വരും? 10% എടുക്കുമ്പോൾ അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 6,000 ദിർഹംസ് വരും. മൂന്നാമത്തെ ആളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 3,000 ദിർഹംസ് വരും. ഇപ്പോൾ എത്രയായി? 9,000 ദിർഹംസ്. ബാക്കി എത്ര ദിർഹംസ് ഉണ്ട്? 51,000 ദിർഹംസ് ഉണ്ട് അല്ലേ? 60,000 രൂപ ആണെങ്കിൽ 51,000 ദിർഹംസ് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഈ 51,000 ദിർഹംസിൽ ഇയാളുടെ കയ്യിൽ എത്രയേ ഉള്ളൂ? 10,000 ഉള്ളൂ അല്ലേ? ആദ്യത്തെ ആളുടെ 10,000 ഉള്ളൂ. ഒരു പണി ചെയ്യുക, ആദ്യത്തെ ആളുടെ 16,750 നിന്ന് ബാക്കി 13,750 രൂപ നിങ്ങൾ പേഴ്സണലായിട്ട് കടം മേടിക്കുക. 10,000 ഉള്ള ആൾ കടം മേടിക്കുന്നു. മറ്റേ ആളുടെ 33,500 നിന്ന് 6,000 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ ഇയാൾ കടം മേടിക്കുന്നു. അപ്പോൾ അതിന് വേറൊരു അഗ്രിമെൻ്റ് നിങ്ങൾ ഉണ്ടാക്കുക. എന്താണ്? ഇവരുടെ കയ്യിൽ നിന്ന് പേഴ്സണലായിട്ട് ഞാൻ കടം വാങ്ങി, ഇതെന്ത് ചെയ്യാൻ മാസം തോറും അല്ലെങ്കിൽ സൗകര്യം പോലെ തവണയായിട്ട് എന്ത് ചെയ്യും, ഇവർക്ക് പേഴ്സണലായിട്ട് തന്നെ കൊടുത്തു വിടും. ഇദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ 51,000 ദിർഹംസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പ് എത്രയായി? 85%. രണ്ടാമത്തെ ആളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 10%, മൂന്നാമത്തെ ആളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 5%. അപ്പോൾ ഈ ലാഭം വന്നാൽ ലാഭത്തിൻ്റെ 85% അദ്ദേഹത്തിന് എടുക്കാം, 10% ഇദ്ദേഹം എടുക്കാം, 5% അദ്ദേഹം എടുക്കാം. നഷ്ടം വരുമ്പോഴും സെയിം. ഇങ്ങനെ വേണമെങ്കിൽ സെറ്റിൽ ചെയ്യാം. അപ്പോൾ ഇതില്ലാതെ ഒരാൾ ലാഭം മാത്രം മേടിക്കുക, നഷ്ടത്തെക്കുറിച്ച് ചർച്ചയില്ല. ഇപ്പോൾ നടക്കുന്ന ബിസിനസ്സിലെല്ലാം അങ്ങനെയാണ്. സൈലൻ്റ് പാർട്ണർ ആയിരിക്കും, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ലാഭം മാത്രമേ ഉള്ളൂ, നഷ്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഇതാണ് ഇന്ന് നടക്കുന്ന പല ഷെയർ ബിസിനസ്സുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തായി മാറും? ആ കച്ചവട രൂപത്തിൽ ഇയാൾക്ക് കിട്ടുന്ന പണം പലിശയായി മാറും. നഷ്ടത്തിൽ അയാൾക്ക് പങ്കാളിത്തമേ ഇല്ല. അപ്പം ഇതാണിന്ന് ഷെയർ ബിസിനസ്സുകളിൽ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാങ്ക് നേരത്തെ പറഞ്ഞതനുസരിച്ച് മുഷാറക്ക, പൈസ മുടക്കുന്നു, ലാഭം ഈ വരുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളും ബാങ്കും കൂടെ തീരുമാനിക്കുന്നു, നഷ്ടം ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ആനുപാതികമായി ബാങ്ക് സഹിക്കുന്നു. ഈ രൂപം മുഷാറക്ക. മുലാറബ വരുന്ന എന്താണ്? ഫുൾ പൈസയും ബാങ്ക് മുടക്കും, ഞാൻ വർക്ക് ചെയ്യും. ലാഭം കിട്ടിയാൽ രണ്ടുപേരും നിശ്ചയിച്ച ശതമാനം അനുസരിച്ച് വീതിച്ചെടുക്കും. നഷ്ടം വന്നാൽ മുഴുവൻ നഷ്ടവും ആര് സഹിക്കണം? സാമ്പത്തിക നഷ്ടം മുഴുവൻ ബാങ്ക് സഹിക്കണം, ഞാൻ ചെയ്ത ജോലിയുടെ നഷ്ടം ഞാനും സഹിക്കണം. ഇതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത് മുലാറബയിൽ. മൂന്നാമത്തെ രൂപമാണ് മുറാബഹ. മുറാബഹയിൽ എന്താണ് ചെയ്യുന്നത്? ഈ സാധനത്തിൻ്റെ വില 100 രൂപ, നിങ്ങൾക്ക് 6 മാസത്തെ വായ്പയായിട്ടാണ് ഈ സാധനം തരുന്നത്, അതുകൊണ്ട് 20% ഞങ്ങൾക്ക് ലാഭം വേണം എന്ന് ബാങ്ക് പറയുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാർ എടുക്കാൻ നമ്മൾ പോവാം. കൺവെൻഷണൽ ബാങ്കിൽ കാർ എടുക്കാൻ പോയാൽ അവർ പറയും, വണ്ടിയുടെ വില 10 ലക്ഷം രൂപ, നിങ്ങൾ അടച്ചു തീർന്നു വരുമ്പോൾ ഇത്രയാവും എന്ന് പറയും. ഇതിലല്ലേ? പ്ലസ് ഒരു തവണ മുടങ്ങിയാൽ ബൗൺസ് ചാർജ് വേറെയും വരും. ഇവിടെയാണ് കൺവെൻഷണൽ ബാങ്കുകളുടെ രീതി. ഇസ്ലാമിക് ബാങ്കിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളോട് ചെല്ലുമ്പോൾ അവർ ഏതാ വണ്ടി വേണ്ടതെന്ന് ചോദിക്കും. ഇന്ന വണ്ടി വേണം, ഇന്നോവ ക്രിസ്റ്റ വേണം, അത് ഇന്ന കളർ വേണം, ഇന്ന മോഡൽ വേണം, എല്ലാം പറഞ്ഞു ബാങ്ക് ഈ കാറ് പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലോട്ട് തരും. നമ്മുടെ കയ്യിലോട്ട് തരുമ്പോൾ ബാങ്ക് പറയുന്നത് 35 ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങൾ കാറ് വാങ്ങിയിരിക്കുന്നത്, പക്ഷെ നിങ്ങൾ 60 മാസം കൊണ്ട് അടച്ച് തീർത്താൽ മതി പൈസ, പക്ഷേ 45 ലക്ഷം രൂപയാണ് വണ്ടിയുടെ വില. വണ്ടിയുടെ വില 45 ലക്ഷം രൂപ.
ഇപ്പോൾ ഇത് ഹലാലായി, മറ്റേത് ഹറാമായി. കാരണം എന്താണ്? അവിടെ തരുന്നത് പൈസ മാത്രമാണ്. ഇവിടെ അഹല്ലല്ലാഹുൽ ബൈഅ, ഇവിടെയോ ഹറമർ റിബ. ഇതാ രണ്ട് രൂപത്തിൽ നടക്കുന്ന പ്രശ്നം. പിടികിട്ടിയോ? രൂപം പിടികിട്ടുന്നുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആകുന്നില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വരികയാണ്. ഇൻസ്റ്റോൾമെൻറ്റ് കച്ചവടം ഹലാലാണ്, EMIയും CCയും ഹലാലല്ല. എന്തുകൊണ്ട്? അല്ലേ? ഇൻസ്റ്റോൾമെൻറ്റ് കച്ചവടത്തിൽ ഞാനും വാങ്ങുന്ന ആളും മാത്രമേ ഉള്ളൂ, അല്ലെ വിൽക്കുന്നയാളും വാങ്ങുന്നയാളും മാത്രമേ ഉള്ളൂ. വിൽക്കുന്നയാൾ അയാൾ കൊടുക്കുന്ന ചരക്ക് തവണ വ്യവസ്ഥയിൽ വാങ്ങുന്നയാൾക്ക് കൊടുത്തു, കൊടുക്കുന്നതിന് മുമ്പ് വില ഫിക്സ് ചെയ്തു. ആ ഫിക്സ് ചെയ്ത വില തവണയായിട്ട് അയാൾ എനിക്ക് അടച്ചു തരുന്നു. മൂന്നാമനായിട്ട് ഇവിടെ ആരുമില്ല. അതേസമയം വണ്ടി CC എടുക്കുന്ന ഒരാൾ വണ്ടി കടക്കാരൻ്റെ അടുത്തോട്ട് പോവാണ്. കടയിൽ ചെന്ന് നമ്മൾ വണ്ടി വേണമെന്ന് പറയുന്നു. ഏത് വണ്ടിയാണ് വേണ്ടത്? ഇന്ന വണ്ടി വേണമെന്ന് പറയും. അപ്പോൾ ബാങ്കുകാരൻ പറയും, നിങ്ങൾ ഫിനാൻസ് മാനേജറുടെ അടുത്തൊന്ന് പോയി സംസാരിച്ചോളൂ. ബാങ്കിൻ്റെ ഫിനാൻസ് മാനേജറുടെ അടുത്ത് പോയിട്ടൊന്ന് സംസാരിക്കുക. അപ്പോൾ അവർ പറയും, ഇത് ഇത്ര ലക്ഷമാണ് ഈ വണ്ടി, ഇത് അടച്ചു വരുമ്പോൾ ഇത്ര രൂപയാകും, ഇങ്ങനെ തുടങ്ങി അതിൻ്റെ പലിശയുടെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം അവർ പറഞ്ഞു തരും. അതായത് വണ്ടി കച്ചവടക്കാരൻ വണ്ടി നമുക്ക് കടം തരികയില്ല. വണ്ടി നമുക്ക് കടം തരികയില്ല, റെഡി ക്യാഷിനെ വണ്ടി തരുള്ളൂ. എൻ്റെ കയ്യിലാണെങ്കിൽ റെഡി ക്യാഷ് കൊടുക്കാൻ കാശുമില്ല, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ CC ഇടാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ റെഡി ക്യാഷ് തരാൻ പൈസയില്ല, വണ്ടിക്കാരനോട്ട് വണ്ടി കടവും തരികയില്ല. അപ്പോൾ വണ്ടിക്കാരൻ മൂന്നാമതൊരാളെ ചൂണ്ടിക്കാണിക്കും, അയാളുടെ അടുത്ത് പോയാൽ കാശ് കിട്ടും. അതാരാ? ബാങ്ക്. ഈ പറയപ്പെട്ട ഏത് ബാങ്കും ആകാം. ആ ബാങ്കുമായിട്ട് പേപ്പർ ഇടപാടുകൾ എഴുത്തുകുത്തെല്ലാം നടത്തി ബാങ്കുകാരൻ വണ്ടിയുടെ വിലയായ ഉദാഹരണത്തിന് 25 ലക്ഷം രൂപ കാർ കമ്പനിക്കാരന് കൊടുത്തു. കാർ കമ്പനിക്കാരൻ നമുക്ക് വണ്ടിയും തന്നു. ഇതോടുകൂടി നമ്മൾ കച്ചവടക്കാരനും തമ്മിലുള്ള ഇടപാട് എന്തായി? കഴിഞ്ഞു, അല്ലേ? കച്ചവടക്കാരന് കാശ് കിട്ടി, അയാൾ നമുക്ക് വണ്ടിയിൽ നിന്ന് പ്രശ്നം തീർന്നു. ഇനി ഈ 25 ലക്ഷം രൂപ നമ്മൾ അടച്ചു കൊടുക്കേണ്ടത് ബാങ്കിനാണ്. ബാങ്ക് നമുക്ക് തന്നത് എന്താണ്? പലിശയാണ്. നമ്മുടെ ഡയറക്റ്റ് കയ്യിലേക്ക് എന്നില്ലെങ്കിൽ നമ്മുടെ ലോൺ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വണ്ടിയുടെ കമ്പനിയിലേക്ക് പോയി. അപ്പോൾ നമ്മൾക്ക് ബാങ്ക് 25 ലക്ഷം രൂപയാണ് കടം തന്നിരിക്കുന്നത്. ഈ കടം തന്ന പൈസ നമ്മൾ പലിശ സഹിതം തിരിച്ചടയ്ക്കുന്നതിൻ്റെ പേരാണ് CC അല്ലെങ്കിൽ ലോൺ എന്ന് പറയുന്നത്. CC എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം അറിയാമോ? നമ്മൾ ധാരാളം കേൾക്കുന്നൊരു പദമാണ്, അല്ലേ? CCയുടെ ഫുൾ ഫോം അറിയാമോ? ക്യാഷ് ക്രെഡിറ്റ്. ആ വാക്കിൽ തന്നെ ഉണ്ട്, തരുന്നത് കടമാണ്, തരുന്നത് ക്യാഷാണ്. ക്യാഷ് ക്രെഡിറ്റ് എന്നാണ് നമ്മൾ CC എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബാങ്കുകാരൻ പലിശയ്ക്ക് പൈസ തന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പലിശ മേടിച്ചെടുക്കുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ അവസ്ഥ എന്താ? ഈ വണ്ടി പണയമാണ്. ഈ വണ്ടിയുടെ ഹുക്കം എന്താണ്? വണ്ടി സത്യത്തിൽ പണയത്തിലാണ്. റഹ്നു സായിൽ എന്ന് പറയും അതിന്. നമ്മൾ സാറിന് റഹ്ൻ എന്ന് പറഞ്ഞാൽ പണയവസ്തു നമ്മൾ കടം തരുന്ന ആളുടെ കയ്യിലായിരിക്കും ഇരിക്കുക, അല്ലേ? പക്ഷെ ഇവിടെ റഹ്നു സായിലാണ്, അഥവാ പണയവസ്തു എൻ്റെ കയ്യിൽ തന്നെ. ശരിക്കും അവിടെ ശരിയത്തിൻ്റെ നിയമം കറക്റ്റാണ്. ബാങ്കിൻ്റെ ഈ വകുപ്പിലെ ശരിയായ നിയമം കറക്റ്റാണ്. കാരണം എന്താണ്? പണയവസ്തു അതിൻ്റെ ഉടമസ്ഥനാണ് ഉപയോഗിക്കാൻ അനുവാദമുള്ളത്. പണയവസ്തു അതിൻ്റെ ഉടമസ്ഥനാണ് ഉപയോഗിക്കാൻ അനുവാദമുള്ളത്. മറ്റേ ആൾക്ക് അതിൻ്റെ ഒരു പിടുത്തമുണ്ടാകാം. അപ്പോൾ അതിനുവേണ്ടി ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബുക്കിനകത്ത് ഹൈപ്പോത്തിക്കേറ്റഡ് എന്നൊരു സീലടിച്ച് തരും. ഈ ബാങ്കിൻ്റെ ടേമുകളിൽപ്പെട്ടാണ് ഹൈപ്പോത്തിക്കേഷൻ, കൊളാറ്ററൽ, CC. ഈ പറയുന്ന എല്ലാം ഏകദേശം ഒരേ അർത്ഥത്തിൽ വരുന്ന പദങ്ങളാണ്. കൊളാറ്ററൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തുവിന് ഈടായിട്ട് കൊടുക്കുന്ന സാധനത്തിൻ്റെ പേരാണ് കൊളാറ്ററൽ എന്ന് പറയുന്നത്. ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ സാധനം ബാങ്കിൻ്റെ ഓണർഷിപ്പിലുള്ളതാണ്, ബാങ്കിൻ്റെ പണയമായിട്ട് വെച്ചിരിക്കുന്നതാണ്, പൈസ തന്നില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോകും എന്നാണ് ഈ അടിച്ചു വെച്ചിരിക്കുന്ന സീലിൻ്റെ അർത്ഥം. അപ്പോൾ ഹൈപ്പോത്തിക്കേറ്റഡ് ആയിട്ട് ഈ വണ്ടി നമ്മുടെ കയ്യിൽ തരാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇഷ്ടത്തിന് വണ്ടി ഉപയോഗിക്കാം. പൈസ അടയ്ക്കാതെ വന്നാൽ വണ്ടി കമ്പനിക്കാരനല്ല ആളെ വിട്ട് വണ്ടി പിടിക്കുന്നത്, ബാങ്കുകാരനാണ്. ബാങ്കുകാരൻ ആളെ വിട്ട് എന്ത് ചെയ്യും? വണ്ടി നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകും, ജപ്തി ചെയ്യുന്നത് പോലെ. പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് പിടിക്കാൻ വന്ന ചിലവും കാര്യങ്ങളും എല്ലാം ഈടാക്കിയിട്ട് അവരെന്ത് ചെയ്യുള്ളൂ? പിന്നെ ആ വണ്ടി നമുക്ക് തിരിച്ചു തരുള്ളൂ. അല്ലെങ്കിൽ ബാങ്ക് അത് ലേലത്തിൽ വെച്ച് വിൽക്കും.
വിറ്റ് കഴിയുമ്പോൾ അവർക്ക് കിട്ടാനുള്ള പൈസ ഈടാക്കും, ബാക്കി പൈസ കൊടുക്കാനുള്ളത് വീണ്ടും ഇവനെതിരെ കേസ് കൊടുക്കും, ബാങ്ക് അവൻ്റേത് വീണ്ടും ബാക്കി പൈസ മേടിച്ചെടുക്കും. ഇതാണ് ബാങ്കിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ ബാങ്ക് ചെയ്യുന്ന പണി എന്താണ്? നമുക്ക് പൈസ വായ്പ തരുന്നു, വായ്പ തരുന്ന പൈസയ്ക്ക് കൃത്യമായി അവർ പലിശ ഈടാക്കുന്നു. ഇത് ജായിസാണെന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. അതിന് പറയുന്ന ന്യായങ്ങൾ വളരെ ബഈദാണ്. കാരണം ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു വെച്ച് ഓർമ്മയുണ്ടോ? RBIയുടെ റൂള് പറഞ്ഞില്ലേ? RBIയുടെ റൂൾ അനുസരിച്ച് എന്താണ്? ഒരു ബാങ്കിനും ഒരു ചരക്ക് വാങ്ങാനോ വിൽക്കാനോ ഉള്ള അനുവാദമില്ല. അവിടെ പലിശയ്ക്ക് കൊടുക്കാനും പലിശയ്ക്ക് എടുക്കാനുമുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ. മണി ട്രേഡിംഗ് മാത്രമേ പറ്റുള്ളൂ. ക്യാഷ് കൊടുക്കാം, പലിശ വാങ്ങാം, ക്യാഷ് വാങ്ങാം, പലിശ കൊടുക്കാം. ഈ രൂപമാണ് ബാങ്കിൻ്റെ അകത്ത് സാമ്പത്തിക ഇടപാടിൽ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞതനുസരിച്ച് ഇവിടെ ബാങ്കുകാരൻ കാറ് വാങ്ങുന്നുണ്ടോ? കാറ് വാങ്ങുന്നില്ല. കാറ് വാങ്ങുന്നത് നമ്മൾ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ബാങ്കിൻ്റെ നിന്ന് നമ്മൾ കാറ് വാങ്ങിയതാണെന്ന് പറയുക? അതിനൊരു ലൊടുക്കുവിദ്യ പറയുന്നുണ്ട്. ഈ കാറിൻ്റെ താക്കോല് ഫിനാൻസ് മാനേജറുടെ കയ്യിൽ നിന്ന് മേടിച്ചാൽ മതിയെന്ന്. ഫിനാൻസ് മാനേജർ എന്ന് പറഞ്ഞാൽ ആരാ? ബാങ്കിൻ്റെ ഏജൻറ്റ് മാത്രമാണ്. ഒരു കസ്റ്റമറെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ജോലി മാത്രം ആർക്കുള്ളൂ? ഫിനാൻസ് മാനേജറിനുള്ളൂ. അത് അങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് കമ്മീഷൻ കിട്ടും. അതായത് ഒരു വണ്ടി CC ഇട്ട് എടുക്കുമ്പോൾ ബാങ്ക് ഒരു 20 ലക്ഷം രൂപ ലോൺ കൊടുത്തെന്ന് വെച്ചോ. ഉദാഹരണത്തിന് ടൊയോട്ട, അതല്ലെങ്കിൽ മാരുതി. അവിടെ നിന്ന് പോയി നമ്മൾ വാഹനം എടുത്തപ്പോൾ ആ കടക്കാരൻ ത്രൂ ബാങ്കിലേക്ക് ഒരു ലോൺ റിക്വസ്റ്റ് ചെല്ലുകയാണ്. അപ്പോൾ ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ ബാങ്കിൽ നിന്നും ഈ കടക്കാരൻ വഴി കസ്റ്റമറിലേക്ക് കടം കൊടുത്തു. ഇങ്ങനെ കൊടുത്താൽ 1 ലക്ഷം രൂപയ്ക്ക് 2000 മുതൽ 2800 രൂപ വരെയുള്ള ഒരു കമ്മീഷൻ ബാങ്ക് ഈ കമ്പനിക്ക് കൊടുക്കും, കാർ കമ്പനിക്ക് കൊടുക്കും. അതിനാണ് നമ്മളെ ഇത്രത്തോളം ഇട്ട് ഞെക്കിപ്പിഴിഞ്ഞ് നമ്മളെ കൊണ്ട് ലോൺ എടുപ്പിക്കുന്നത്. നമ്മൾ ലോൺ എടുത്താൽ, ഉദാഹരണത്തിന് 20 ലക്ഷം രൂപയുടെ ഒരു ലോൺ എടുത്താൽ 56,000 രൂപ വണ്ടി കമ്പനിക്കാരൻ ചുമ്മാ കിട്ടിയില്ലേ? അതിനാണ് നമ്മളോട് എന്ത് പറയുന്നത്? ഇൻകം ടാക്സ് വരും, രൊക്കം കൊടുത്തെടുത്തേക്കരുത്, പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്നത്. സത്യത്തിൽ ഇതൊക്കെ വെറും ഓലപ്പാമ്പുകളാണ്. എന്താ ഇൻകം ടാക്സിൻ്റെ പ്രശ്നം? ഇൻകം ടാക്സിനകത്ത് ഈ ടാക്സ് ഇല്ലാതെ അല്ലെങ്കിൽ ഇൻകം ടാക്സ് കൊടുക്കാതെ തന്നെ നമുക്ക് വണ്ടി എടുക്കാനുള്ള വഴികളുണ്ട്. അത് നമ്മൾ പഠിക്കാത്തതുകൊണ്ട് മാത്രമാണ്. ഇൻകം ടാക്സിൻ്റെ നമ്മൾ സൈറ്റിൽ കയറിയിട്ട് നോക്കിയാൽ മതി. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിൽ ടാക്സ് എക്സംഷനുള്ള ചില വകുപ്പുകളുണ്ട്, അഥവാ ടാക്സ് ഒഴിവാക്കാനുള്ള ചില വകുപ്പുകൾ. അപ്പോൾ ആ വകുപ്പിൽപ്പെട്ട ഒന്നാണ് ഗിഫ്റ്റ്. ഗിഫ്റ്റിന് 2 നിയമങ്ങളുണ്ട്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ എനിക്ക് ഒരു തുക ഗിഫ്റ്റായിട്ട് തരുന്നു. ഇത് തരുന്നതിന് ടാക്സ് വരുന്ന രൂപങ്ങളുമുണ്ട്, ടാക്സ് വരാത്ത രൂപങ്ങളുമുണ്ട്. ഇപ്പം ഞാനുമായി രക്തബന്ധമില്ലാത്ത ഒരാൾ എനിക്കൊരു 1 ലക്ഷം രൂപ ഹദിയായിട്ട് തന്നു. ഏത് ബാങ്ക് വഴി എനിക്ക് തന്നു. അത് ഗിഫ്റ്റ് എന്ന് കാണിച്ചാൽ ഈ 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ സർക്കാരിന് ടാക്സ് കൊടുക്കണം. അതാണ് ഗിഫ്റ്റ് ടാക്സ്. പക്ഷേ ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ബ്ലഡ് റിലേറ്റീവ്സ് അഥവാ രക്തബന്ധുക്കൾ, വാപ്പ, ഉമ്മ, സഹോദരൻ, മൂത്താപ്പ, കൊച്ചാപ്പ, ഭാര്യയുടെ വാപ്പ, ഭാര്യയുടെ സഹോദരൻ പെടൂല, ഭാര്യയുടെ വാപ്പ, ഇങ്ങനെയുള്ള കുറച്ച് ആളുകളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറയപ്പെട്ട ആളുകളാണ് നമുക്ക് ഗിഫ്റ്റ് തന്നിരിക്കുന്നതെങ്കിൽ എത്ര രൂപ കിട്ടിയാലും ടാക്സ് കൊടുക്കണ്ട. എത്ര രൂപ കിട്ടിയാലും ടാക്സ് കൊടുക്കണ്ട. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പ്രസൻറ്റ് 2025-26 ഇൻകം ടാക്സ് റൂൾ അനുസരിച്ച് ഒരാൾക്ക് 12 ലക്ഷം രൂപ വരെ ഇൻകം ടാക്സ് ഇല്ലാതെ സമ്പാദിക്കാനുള്ള അനുവാദമുണ്ട്. എനിക്കെന്ത് ചെയ്യാം? 12 ലക്ഷം രൂപ വരെ ഞാൻ സമ്പാദിച്ചാൽ എനിക്കൊരു ടാക്സ് എന്ത് ചെയ്യണ്ട? സർക്കാരിന് കൊടുക്കണ്ട. ചില കേസുകളിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഷെയർ മാർക്കറ്റിലോട്ടൊക്കെ വരുമ്പോൾ ചെറിയ വ്യത്യാസം വരും. അത് നമുക്ക് ആ സമയം എത്തുമ്പോൾ പറയാം ഇൻഷാ അല്ലാ. അപ്പോൾ ഇവിടെ ഈ 12 ലക്ഷം രൂപ നമ്മൾ ടാക്സ് കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഈ 12 ലക്ഷം രൂപ താഴെയുള്ളൊരു തുക വാപ്പാടെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലോട്ട് ഇടുക, ഉമ്മാടെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലോട്ട് ഇടുക, മൂത്താപ്പാടെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലോട്ട് ഇടുക. ഒരു 5 ലക്ഷം രൂപ വെച്ചിട്ടാൽ തന്നെ 15 ലക്ഷം രൂപയായി. നേരെ പോയി റെഡി ക്യാഷ് കൊടുത്ത് വണ്ടി എടുത്തുകൊണ്ട് വരാം. ചോദിച്ചാൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് ഇങ്ങനത്തെ എക്സംഷനുള്ള വകുപ്പാണ്.
ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അൺസെക്വേർഡ് ലോൺ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. പലിശയില്ലാത്ത കടം. പലിശയില്ലാത്ത കടം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് കടം മേടിക്കുക, എഗ്രിമെൻ്റ് വയ്ക്കുക, എന്നിട്ട് പോയി വണ്ടി റെഡി ക്യാഷ് കൊടുത്ത് എടുക്കുക. ഈ രീതിയിൽ നമുക്ക് മേടിക്കാനുള്ള വകുപ്പുകളുണ്ട്. ഇങ്ങനെ പല വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബാങ്കിങ്ങിൻ്റെ നേരത്തെ പറഞ്ഞ റൂൾ അനുസരിച്ച് എന്താണ് പറഞ്ഞത്? ബാങ്കിൻ്റെ റൂള്, ഒരു ചരക്ക് വാങ്ങാനോ വിൽക്കാനോ ഉള്ള പെർമിഷൻ ഇല്ലാത്ത ബാങ്കിൻ്റെ ഫിനാൻസ് മാനേജർ എങ്ങനെ വണ്ടി വാങ്ങും വിൽക്കും? ഈ ബാങ്കിൻ്റെ ഫിനാൻസ് മാനേജർക്ക് എങ്ങനെ ഇത് വാങ്ങാനും വിൽക്കാനും പറ്റും? അയാൾക്ക് ലോൺ എടുത്താൽ കമ്മീഷൻ കിട്ടുന്നതുകൊണ്ട് വണ്ടി അയാൾ തലേ ചുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിടാൻ പറഞ്ഞാൽ അതും തരുമെന്നേ. അതുകൊണ്ട് അയാൾ നമുക്ക് വിറ്റു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അയാൾക്ക് അതിൻ്റെ മിൽക്കിയത്തുണ്ടോ നമുക്ക് തരാൻ? മിൽക്കിയത്തില്ല. അയാളോട് ഇപ്പോൾ താക്കോല് കൊണ്ടുവന്നിടാൻ പറഞ്ഞാൽ അയാൾ തരും. കാരണം അയാൾക്ക് ഒരു കമ്മീഷൻ കിട്ടുന്ന കേസാണ്. അയാളത് ചെയ്യാൻ അയാൾക്ക് വിഷമമൊന്നുമില്ല. ഇനി അങ്ങനെ ഇയാളെ കൊണ്ടെന്ന് പറഞ്ഞു, അല്ലെ അയാൾ ഞാൻ നിനക്ക് തന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അഖദിൻ്റെ രൂപം വരുമ്പോൾ, അഥവാ കച്ചവടം മുആമലാത്തിൻ്റെ ബാബിൽ അത് പരിഗണിക്കപ്പെടുമോ? അതുമില്ല എന്നുള്ളതാണ് ഞാൻ പഠിച്ചിടത്തോളം മനസ്സിലാകുന്നത്. കാരണം ഫിഖഹിൻ്റെ ഒരു ഉസൂലാണ് അൽ ഇബ്റത്തു ഫിൽ ഉഖൂദ് ലിൽ മഖാസിദി വൽ മആനി ലൽ അൽഫാദി വൽ മബാനി. അൽ ഇബ്റത്തു ഫിൽ ഉഖൂദ് ലിൽ മഖാസിദി വൽ മആനി. നമ്മുടെ ഉദ്ദേശങ്ങൾക്കും ആശയങ്ങൾക്കുമാണ് അഖദുകളിൽ പരിഗണന. ലൽ അൽഫാദി വൽ മബാനി, പദപ്രയോഗങ്ങൾക്കല്ല. അപ്പം ഞാൻ വാക്കാൽ വാങ്ങി വിറ്റു എന്ന് പറഞ്ഞാലൊന്നും എന്ത് ചെയ്യൂല, അവിടെ വാങ്ങലും വിൽക്കലും നടക്കൂല. മറിച്ച് എന്താണോ അവിടെ ഒറിജിനലി ലക്ഷ്യമിടുന്നത്, നമ്മളെന്താണ് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒപ്പിക്കാം എന്ന് പറഞ്ഞ് ഒപ്പിക്കുന്നതാണെങ്കിൽ ഇതെന്താവൂല, പെർമിസിബിൾ ആകൂല. മനസ്സിലല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് CCയിൽ നടക്കുന്നത്. അപ്പോൾ ചോദിക്കും EMI കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ 1000 രൂപയുടെ സാധനത്തിന് 1000 രൂപ തന്നെ കൊടുത്താൽ മതി എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് പലിശ ഉണ്ടെന്ന് പറയുന്നതാണല്ലോ അടുത്ത ചോദ്യം, അല്ലേ? വന്ന് ചോദിക്കുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കും, ഉസ്താദ് 35,000 രൂപ റെഡി ക്യാഷ് കൊടുത്താലും കൊടുക്കണം, തവണ അടച്ചാലും കൊടുക്കണം, പിന്നെന്താ പ്രശ്നം? അല്ലേ? പിന്നെന്താ പ്രശ്നം? EMI നടക്കുന്ന എന്താണ് യഥാർത്ഥത്തിൽ? EMI ബാങ്ക് നേരത്തെ പറഞ്ഞ NBFCകളാണ് EMI നമുക്ക് പൈസ തരുന്നത്. ഉദാഹരണത്തിന് മൊബൈൽ മേടിക്കാനും കമ്പ്യൂട്ടർ മേടിക്കാനും ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നമുക്ക് ബാങ്ക് തരുന്നതെന്ന് പറഞ്ഞാൽ NBFCകൾ. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസാണ് നമുക്ക് പൈസ വായ്പ തരുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തരില്ല, നമ്മളേത് കടയിൽ നിന്നാണോ ഈ സാധനം വാങ്ങിയത് ആ കടയിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ ഇതിന് പറയുന്നത് എന്തെന്നാണ്? EMIക്ക് സാധാരണ പറയുന്നത് പലിശ ഇല്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ പറയുന്ന പേരെന്താ? നോ കോസ്റ്റ് EMI. നോ കോസ്റ്റ് EMI എന്ന് പറഞ്ഞാൽ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്നാണ്. അത് വെച്ചാൽ തുല്യമായി മാസം തോറും വിഭജിച്ചെടുത്ത ഇൻസ്റ്റാൾമെൻറ്റുകൾ, തവണകൾ നമ്മൾ വായ്പ തരുന്നു. നോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പലിശയില്ല എന്നായി പറയുന്നത്. പക്ഷേ RBIയുടെ അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 2013 ഇറക്കിയ സർക്കുലർ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്, ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ തരാം. 2013 RBI ഇറക്കിയ സർക്കുലറിൽ പറയുന്നു EMIയിൽ പല വിധത്തിലുള്ള ചതിക്കുഴികളും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് RBI ഈ ഇടപാട് നിരോധിച്ചിരിക്കുന്നു. RBI 2013 നിരോധിച്ച പരിപാടിയാണെന്ന് പറയുന്നത് നോ കോസ്റ്റ് EMI എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇവിടെ എല്ലാം ബോർഡ് വെച്ചിരിക്കുന്നല്ലോ നോ കോസ്റ്റ് EMI എന്ന് പറഞ്ഞാൽ. അവർക്ക് കേസെടുക്കേണ്ട കാര്യമില്ല, അവർ പേപ്പർ നോക്കുമ്പോൾ എല്ലാം കറക്റ്റല്ലേ? നോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കുന്നതല്ലേ? അവർ പോയി ചെക്ക് ചെയ്താലെന്താണ്, അവിടെ കൃത്യമായി സിസ്റ്റത്തിനനുസരിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്ന 2 രൂപങ്ങളാണ്. ഒന്നുകിൽ അവർ പറയും മൊബൈൽ EMI ഇട്ട് തരും, ഒന്നുകിൽ ഒരു ഇത്ര രൂപ പ്രോസസ്സിങ് ചാർജ് അടയ്ക്കണം. എന്തോ ഈ പ്രോസസ്സിങ് ചാർജ്? അത് തന്നെയാണ് പലിശ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? രണ്ടാമതൊരു രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ നിന്ന് നമുക്ക് വേണ്ടി ഈ ബാങ്ക് ഈ വണ്ടി അല്ല ഈ മൊബൈൽ അല്ലെങ്കിൽ ഈ സാധനം മേടിക്കുന്ന കടയിലേക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റിൽ നമ്മൾ ബാങ്കിന് അടയ്ക്കാനുള്ള പലിശ കുറച്ചിട്ടുള്ള തുകയെ ആർക്ക് കൊടുക്കുകയുള്ളൂ?
ഈ കടക്കാരന് കൊടുക്കുകയുള്ളൂ. നമ്മൾ എന്നിട്ട് ഈ ബാങ്കിന് അടച്ചു കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കണം? ഈ പൈസ സഹിതം, പലിശ സഹിതം വേണം തിരിച്ചടച്ചു കൊടുക്കാൻ. അപ്പോൾ ചിലർ പറയും EMI, ബജാജ് ഫിൻസർവിൻ്റെ ഒക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എടുത്ത് കാണിച്ചിട്ട് എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന പലിശയൊന്നും അതിനകത്തില്ല. ഒരാൾ എനിക്ക് അയച്ചു തന്നതാണ്. എവിടെ പലിശ കാണിച്ചാൽ നോക്ക്, 33,333 രൂപ, 11,111 രൂപ ഇൻറ്റു 3, 33,313 രൂപ. ഇവിടെ പലിശയൊന്നും കാണിച്ചിട്ടില്ലല്ലോ, അല്ലേ? സ്വാഭാവികമാണ്, നമ്മളും ചിന്തിക്കും. അതിൻ്റെ താഴെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് വായിച്ചു നോക്കുക. ഈ EMIയുടെ താഴെ ചില നിബന്ധനകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഷുറൂത്തുകൾ. അവിടെ എഴുതി വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്താ അറിയാമോ? ഇഫ് ദർ ഈസ് എനി കൈൻഡ് ഓഫ് റീഫണ്ട്, ദ ഇൻട്രസ്റ്റ് ലെവീഡ് ബൈ ദ ബാങ്ക് വിൽ നോട്ട് ബി റീഫണ്ടബിൾ എന്നൊരു പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഈ സാധനം തിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പൈസ റീഫണ്ട് ചെയ്യേണ്ട സാഹചര്യമുണ്ടായാൽ ബാങ്ക് ഈടാക്കിയ പലിശ തിരിച്ചു തരുന്നതായിരിക്കില്ല. അപ്പോൾ അതെവിടെ നിന്ന് വന്ന്? അതെവിടെ നിന്ന് വന്നു? പലിശ ഇല്ലാത്ത പലിശ ഇവിടെ നിന്ന് എങ്ങനെ ഉണ്ടായി? അപ്പോൾ ഇതിനകത്തുനിന്ന് ഇവർ പലിശ ഈടാക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമല്ലേ? ഇനി നേരെ നമ്മൾ നാടൻ ഭാഷയിലൊന്ന് ചിന്തിക്കുക. ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങളിൽ ആർക്ക് വേണമെങ്കിലും മൊബൈലോ കമ്പ്യൂട്ടറോ കട്ടിലോ മേശയോ മറ്റിതര വസ്തുവകകളോ എന്ത് മേടിക്കാനും പലിശരഹിതമായി ഞാൻ വായ്പ തരാമെന്ന് പറയാൻ ബജാജ് ഫിൻസർവുകാരൻ നമ്മുടെ കൊച്ചാപ്പായും മൂത്താപ്പായും മാമായൊന്നുമല്ലല്ലോ. ആണോ? അറിയാണോ? ഇത്രയും വലിയ സംവിധാനം, വാടകയും കൊടുത്ത്, കെട്ടിടങ്ങളെടുത്ത്, സ്റ്റാഫുകൾക്ക് ശമ്പളവും കൊടുത്ത്, ഇത്രയും സംവിധാനങ്ങൾ ഒരുക്കി ബജാജ് ഫിൻസർവുകാരൻ നമുക്ക് ഫ്രീ ആയിട്ട് കടം തരുന്നതാണെന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നടക്കാനേ പോകുന്നില്ല. എന്ന് മാത്രമല്ല, NBFCക്ക് അത് ചെയ്യാൻ അനുവാദമില്ല. RBIയുടെ റൂൾ അനുസരിച്ച് പലിശ ഈടാക്കാതെ കടം കൊടുക്കാനുള്ള വകുപ്പില്ല. അപ്പം വ്യക്തമാണ് അതിനകത്ത് പലിശ ഉണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനകത്ത് പോയി ചാടുന്നതാണോ സൂക്ഷ്മത, ചാടാതിരിക്കുന്നതാണോ സൂക്ഷ്മത? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖുബില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം യുബയ്യിൻ ലന റിബ ഫദഉ റിബ വർ-റിബ എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുമ്പോൾ പലിശയുടെ എല്ലാ ശാഖാപരമായ വിഷയങ്ങളും തങ്ങൾ വിശദീകരിച്ച് തരുന്നതിന് മുമ്പാണ് വഫാത്തായത്. എന്നുവെച്ചാൽ ഉസൂലുകൾ കൃത്യമായി പറഞ്ഞു. അത് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും രൂപമാണല്ലോ. ഉസൂല്, കുല്ലിയായ ഉസൂലുകൾ പറഞ്ഞു വെക്കും. ഫുറൂഇയാത്തുകൾ പിന്നീടാണ് കണ്ടുപിടിക്കപ്പെടുക. അതുകൊണ്ട് നിങ്ങൾ പലിശയെയും സൂക്ഷിക്കണം, പലിശയാണോ എന്ന് സംശയിക്കുന്നതിനെയും സൂക്ഷിക്കണം എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയപ്പെടുന്ന ബാങ്കിങ് സംവിധാനങ്ങളൊന്നും തന്നെ നമുക്ക് പലിശരഹിതമായി വായ്പ തരില്ല എന്നത് 100% നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാവുന്ന കാര്യമാണ്. കാരണം RBIയുടെ ഗൈഡ് ലൈൻ അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് പലിശ ഇല്ല എന്ന് നമ്മൾ വാദിച്ചാൽ എങ്ങനെ പലിശ ഇല്ലാതാവും? ഒരിക്കലും പലിശ ഇല്ലാതാവില്ല. അതിന് കൃത്യമായി പലിശ ഉണ്ട് എന്ന് തന്നെയാണ് വസ്തുത. ഒരു 2 മിനിറ്റ് ഞാനൊന്ന് വെള്ളം കുടിച്ച് ഒന്ന് റെഡിയാക്കട്ടെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചേക്കണം. ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത്. അപ്പോൾ നമ്മൾ ഏതെല്ലാം വിഷയം പറഞ്ഞു? ഇപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് പറഞ്ഞു, EMI പറഞ്ഞു, CC പറഞ്ഞു. ഇനി എൻ്റെ ഇടയ്ക്ക് ക്രെഡിറ്റ് കാർഡ് അല്ല, ഇതുമായി കണക്റ്റഡ് ആയതുകൊണ്ട് അതോടെ പറയാം. ക്രെഡിറ്റ് കാർഡിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ടോപ്പ് ലെവലിലുള്ള സൂക്ഷ്മത പറഞ്ഞാൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. പക്ഷെ ഉപയോഗിക്കാൻ അനുവാദമുണ്ടോ എന്ന് ചോദിച്ചാൽ അനുവാദമുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് പലർക്കും ഒരു ആശയക്കുഴപ്പമുണ്ട്, അല്ലേ? ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എന്തായിരിക്കും അവിടെ ക്രെഡിറ്റ് കാർഡിൽ സംഭവിക്കുന്നത്? അല്ലെ ക്രെഡിറ്റ് കാർഡ് എന്താണ് എന്നറിയാൻ ആരെങ്കിലും ഉണ്ടോ? ഓ ആ ആ ആ ഓക്കെ. അടവ് തെറ്റിക്കഴിഞ്ഞാൽ പലിശ വരും. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ സംഭവിക്കുന്നത് അധികവും നമുക്ക് എല്ലാ ബാങ്കുകളും തന്നെ ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തേ പലിശയില്ലാത്തത് എന്ന് നമ്മൾ ചോദിക്കും. നമുക്ക് പലിശയൊന്നും വരില്ല. ഏതുവരെ? അവർ നമുക്ക് തന്നിട്ടുള്ള അവധി വരെ. പക്ഷേ നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആർക്കാണോ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പൈസ കൊടുക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് 1.5%, 2% വരെ കമ്മീഷൻ ബാങ്ക് ഈടാക്കുന്നുണ്ട്. അതാണ് ബാങ്കിൻ്റെ ലാഭം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗത്തിൻ്റെ അകത്ത് വരുന്ന പ്രശ്നം, സാധാരണഗതിയിൽ ക്രെഡിറ്റ് കാർഡ് ബില്ലിംഗ് ഡേറ്റ് എന്ന് പറയും. ബില്ലിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഡേറ്റും ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഡേറ്റും ഉണ്ട് ക്രെഡിറ്റ് കാർഡിൽ. ഒരു മാസം കൂടുമ്പോൾ ബില്ലിറങ്ങും. മിക്കവാറും ക്രെഡിറ്റ് കാർഡുകളിൽ 50 ദിവസം വരെ, ചില ക്രെഡിറ്റ് കാർഡുകൾക്ക് 45 ദിവസം വരെയൊക്കെയാണ് കാലാവധി വരാറുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 1-ാം തീയതി, ഇന്നിപ്പോൾ എത്രാം തീയതിയാണ്? 1-ാം തീയതി, 2-ാം തീയതി. ഈ 2-ാം തീയതിയാണ് എൻ്റെ ബില്ലിംഗ് ഡേറ്റ് എന്ന് വിചാരിക്കുക. ബില്ലിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ 2-ാം തീയതി മുതൽ അടുത്ത 2-ാം തീയതി വരെയുള്ള സമയത്ത് എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം. ഈ പർച്ചേസ് ചെയ്ത ഈ 2-ാം തീയതി മുതൽ അടുത്ത 2-ാം തീയതി വരെ ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്ത മൊത്തം തുകയുടെ ബില്ല് അടുത്ത 2-ാം തീയതി ഇറങ്ങും. അടുത്ത 2-ാം തീയതി ഇറങ്ങും. ഇപ്പോൾ ഒരു 8,000 രൂപ ഉപയോഗിച്ചു. അപ്പോൾ ഈ 8,000 രൂപ പല തവണയായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 100 ഉപയോഗിച്ചിട്ടുണ്ട്, 200 ഉപയോഗിച്ചിട്ടുണ്ട്, 500 ഉപയോഗിച്ചിട്ടുണ്ട്, 800 ഉപയോഗിച്ചിട്ടുണ്ട്, 1000 ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മൊത്തത്തിൽ നിങ്ങൾ ഇത്ര രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞ് എത്രാം തീയതി ബില്ലിറങ്ങും? 2-ാം തീയതി ബില്ലിറങ്ങും. എല്ലാ ഡേറ്റും 2 അല്ല കേട്ടോ, ഡേറ്റുകൾ പലതാകാം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതാണ്, ഈ 2-ാം തീയതി ബില്ല് ഇറങ്ങിക്കഴിഞ്ഞാൽ ചില ബാങ്കുകൾ നമുക്ക് 15 ദിവസം തരും, ചില ബാങ്കുകൾ 20 ദിവസം തരും. 50 ദിവസം തരുന്ന ബാങ്കാണെങ്കിൽ 20 ദിവസം, 45 ദിവസം തരുന്ന ബാങ്കാണെങ്കിൽ എത്ര? 15 ദിവസം. അതിനാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുക. എന്നുവെച്ചാൽ മാക്സിമം ലാസ്റ്റ് വരെ. ഇപ്പോൾ ഉദാഹരണത്തിന് 2-ാം തീയതി ഇറങ്ങി 22-ാം തീയതിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ട ഡേറ്റ്, ഡ്യൂ ഡേറ്റ്. ഈ 22-ാം തീയതിക്കുള്ളിൽ 22-ാം തീയതിയോ 22-ാം തീയതിക്ക് മുമ്പുള്ള ഒരു ദിവസമോ ഈ പൈസ അടച്ചാൽ അയാൾ 1 രൂപ പോലും പലിശ കൊടുക്കണ്ട. നമ്മൾ എത്രയാണോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ചത് അത്രയും പൈസ തന്നെ ബാങ്കിന് എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. 1 രൂപ പോലും അതിൻ്റെ പേരിൽ എക്സ്ട്രാ ചാർജ് നമുക്ക് വരികയില്ല. എന്നാൽ ഈ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 30 മുതൽ 35% വരെ പലിശ വരും. 30 മുതൽ 35% വരെ എന്ന് വെച്ചാൽ ഒരു 10,000 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ 3,000 മുതൽ 3,500 രൂപ വരെ പലിശ കൊടുക്കേണ്ടി വരും. ഇതാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ റൂള്. ഇത് പർച്ചേസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ഇളവ്. ഒരു സാധനം നമ്മൾ മേടിക്കുന്നു, അതിൻ്റെ പൈസ കൊടുക്കുന്നു. ATM-ൽ പോയി ക്യാഷ് എടുക്കാൻ പറ്റില്ല. ATM-ൽ പോയി പൈസ എടുത്താൽ അതിന് പലിശ കൊടുക്കേണ്ടി വരും. ചില കാർഡുകൾ അനുവദിക്കുന്നുണ്ട്, പക്ഷേ പലിശ കൊടുക്കണം. ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ EMI ഓപ്ഷൻ അതിനകത്തുമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 8,000 രൂപ നമ്മൾ പർച്ചേസ് ചെയ്തു, അപ്പോൾ അവിടെ കാണിക്കും EMI ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 200 രൂപ അടച്ചാൽ മതി. ബാക്കി 7,800 രൂപ നമുക്ക് എപ്പോഴടച്ചാൽ മതി? മാസം തോറും അടച്ച് മതി. 1.5% പലിശ വരും. ഈ 1.5% പലിശ വരുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം പെട്ടെന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവില്ല. ബാങ്കുകളുടെ ഭയങ്കര കളിയാണ്. ഈ 1.5% പലിശ വരുന്നത് ഈ നമ്മൾ എടുത്തിരിക്കുന്ന 8,000 രൂപ എന്ന് പറഞ്ഞല്ലോ ഉദാഹരണത്തിന്, അതിലിപ്പോൾ 200 രൂപ അടച്ചു, ബാക്കി 7,800 രൂപ ഉണ്ടെങ്കിൽ ആ 7,800-ൻ്റെ 1.5% പലിശയും പിന്നെ ഉപയോഗിക്കുന്ന ഓരോ തുകയുടെ 1.5% പലിശയും വന്നുകൊണ്ടിരിക്കും. അടുത്ത മാസം വരെ പിന്നെയും നമ്മൾ ഉപയോഗിക്കുമല്ലോ, ആ ഉപയോഗിക്കുന്നതിന് ഈ പലിശ കയറി വന്നുകൊണ്ടിരിക്കും. ഇങ്ങനൊരു പ്രവണതയാണ് പൊതുവെ ക്രെഡിറ്റ് കാർഡിനകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നതിന് പെർമിസിബിളായ രൂപം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഡ്യൂ ഡേറ്റ് വിട്ട് പേയ്മെൻറ്റ് പോവുകയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതെടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചോദിക്കും, മറ്റൊരു ഷർത്ത് അവിടെ കിടപ്പുണ്ടല്ലോ അല്ലേ? എന്ത്? ഈ ഡേറ്റും തെറ്റിയാൽ പലിശ കൊടുക്കണം എന്ന വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ടല്ലേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത്? അപ്പോൾ ജായിസ് ആകുമോ? അപ്പോൾ ചില കേസുകളിൽ ബരീറ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സംഭവം ഉണ്ടല്ലോ. ബരീറ റളിയല്ലാഹു തആല അൻഹയുടെ സംഭവം പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ ബരീറ എന്നു പേരുള്ള ഒരു അടിമ സ്ത്രീയെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി അവരുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞു, ഈ അടിമയെ നിനക്ക് വിൽക്കാം, പക്ഷേ ഈ അടിമയുടെ വല ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു. വല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായ എല്ലാവർക്കും?
ഒരടിമ മരണപ്പെടുമ്പോൾ അടിമയുടെ സ്വത്ത് എന്താണോ അവരുടെ ഉടമസ്ഥതയിലുള്ളത് ആ സ്വത്ത് മോചിപ്പിച്ച യജമാനന് കിട്ടുന്ന ഒരു വകുപ്പുണ്ട് അനന്തരാവകാശ നിയമത്തിൽ. അതാണ് ആ പറഞ്ഞതനുസരിച്ച്. അത് വേറൊരു വിശദീകരണം വേണ്ട വിഷയമാണ്. അപ്പോൾ ഈ വലാ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അടിമേനെ വിറ്റേക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു പോയിന്റിലേക്ക് വരിക. ചില നിബന്ധനകളിലൂടെയാണ് കച്ചവടം അനുവദനീയമല്ലാതാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യഹില്ലു ബൈഉൻ വശർത്തുൻ. ഒരു കച്ചവടവും ഒരു നിബന്ധനയും കൂടെ ജായിസല്ല. നാടൻ ഭാഷ പറഞ്ഞാൽ പറയാണ്, ഈ ഒരു കുപ്പി വെള്ളം നിനക്ക് 10 രൂപയ്ക്ക് ഞാൻ വിൽക്കാം, പക്ഷെ നിൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഗ്ലാസ് 5 രൂപയ്ക്ക് എനിക്ക് വിൽക്കണം എന്ന നിബന്ധന വെച്ച്. അയാളുടെ കയ്യിൽ ഗ്ലാസ് ഉണ്ട്, എൻ്റെ കയ്യിൽ വെള്ളമുണ്ട്. ഞാൻ പറയണേ, ഇത് ഞാൻ 10 രൂപയ്ക്ക് നിനക്ക് തരാം, പക്ഷേ ഈ ഗ്ലാസ് നീ എനിക്ക് 5 രൂപയ്ക്ക് തരണം. അപ്പോൾ ഇത് രണ്ട് ഇടപാടാണ് അല്ലേ? ഈ ഇടപാടിൽ ഒരിടപാടിനെ മറ്റേ ഇടപാടിൻ്റെ നിബന്ധനയാക്കി നിശ്ചയിക്കുക. അപ്പോൾ ഇത് ഈ കച്ചവടത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ട നിബന്ധന അല്ല. അതുകൊണ്ട് തന്നെ ഈ ഷർത്ത് വയ്ക്കുന്നതോടുകൂടി അഖദ് ഫാസിദായിപ്പോകും. അപ്പോൾ ഇതുപോലുള്ള ഷർത്തുകളിൽപ്പെട്ടതാണ് ഇത് ക്രെഡിറ്റ് കാർഡിൻ്റെ ഈ പലിശ എന്ന് പറയുന്ന രൂപം. പലിശ അടയ്ക്കേണ്ടി വരുമല്ലോ, അഥവാ നമ്മൾ അടച്ചില്ലെങ്കിലും അടയ്ക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുമെങ്കിലും അടച്ചില്ലെങ്കിൽ പലിശ വരാമല്ലോ എന്ന നിബന്ധന ഉണ്ടല്ലോ. അങ്ങനെ വന്നാൽ പലിശ അടച്ചോളാം എന്ന് പറയുന്ന വ്യവസ്ഥ ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ഇവിടെ ബരീറായി വാങ്ങാൻ നേരത്തിന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, വലാ തരികയാണെങ്കിൽ ഞങ്ങൾ വിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എന്തിനാ വിസ്വല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, അവർ വലാ കൊടുക്കണമെന്ന് ഷർത്ത് വയ്ക്കുന്നുണ്ട്, എന്ത് ചെയ്യണം? അപ്പോൾ വിസ്വല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ നിബിധങ്ങൾ പറഞ്ഞു, ഇഷ്തരീഹ, നീ ആ അടിമയെ വാങ്ങിക്കൊള്ളുക, വലാ ഒന്നും കൊടുക്കേണ്ടതില്ല എൻ്റെ വിവരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹനഫി മദ്ഹബിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാം, ഷർത്ത് ഫാസിദാണെങ്കിലും അഖദ് സഹീഹാകുന്ന രൂപത്തിൽപ്പെട്ടതാണിത്. ആ ഷർത്ത് എന്തായി പോകും? ഫാസിദായി പോകും. അതെന്ത് ചെയ്യേണ്ട? നമ്മൾ അമൽ ചെയ്യേണ്ടതില്ല, അമൽ ചെയ്യാനും പാടില്ല. എന്നാൽ അഖദ് സഹീഹുമാണ്. ചില വിഷയങ്ങളിൽ അങ്ങനെ ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ഷർത്ത് വെച്ചാലും സഹീഹാകുന്ന അഖദിൽപ്പെട്ടതാണ് എന്ത്? നിക്കാഹിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് നിയമമുണ്ട്. അവിടെ എന്താണ്? ഷർത്ത് വെച്ചാലും നിക്കാഹ് സഹിയാവും. അല്ലെങ്കിൽ എന്തായി പോകും? ഇന്ന് നടക്കുന്ന ഒരുപാട് നിക്കാഹുകളിലൂടെ സിന നടക്കും. കാരണം എന്താ? എത്ര ഷർത്തുകളാണ് വയ്ക്കുന്നത്? കാർ വേണം, സ്വർണം വേണം, കാശ് വേണം. ഈ ഷർത്ത് കുറച്ച് എന്തായി? അഖദ് ഫാസിദായില്ലേ? അല്ലാഹുവിൻ്റെ വലിയ കരുണയാണ്. അവിടെ എന്താണ്? അഖദ് സഹിയാവും എന്നതിൽപ്പെട്ട രൂപത്തിൽപ്പെട്ടാണ് ഈ ക്രെഡിറ്റ് കാർഡിനെയും ഫുഖഹാക്കൾ പെടുത്തിയിരിക്കുന്നത്. ആ ഷർത്ത് ഫാസിദാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് പോകുകയില്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവാദമുണ്ട്. എന്ന് പറഞ്ഞാൽ വാജിബോ ഫർളോ മുസ്തഹബോ ഒന്നുമല്ല, ജായിസാണ്. ഇരുന്ന് മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട് വന്നാൽ ഒരാൾക്ക് നിന്ന് മൂത്രമൊഴിക്കാൻ അനുവാദമുണ്ട് എന്ന് പറയുന്നത് പോലെ, നിന്ന് മൂത്രമൊഴിക്കൽ മുസ്തഹബും സുന്നത്തും വാജിബും ഒന്നും അല്ലല്ലോ എന്ന് പറയുന്നത് പോലെ ഒരാൾക്ക് ഉപയോഗിക്കുക. കാരണം വെച്ചാൽ ഇന്ന് ഒരുപാട് കേസുകളിൽ, പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, IT മേഖലകളിലും അതുപോലെ ഒരുപാട് കമ്പനികളിലും പല ഉദ്യോഗങ്ങളിലും ഇരിക്കുന്ന ആളുകൾക്ക് കമ്പനികൾ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുകയാണ്. അപ്പോൾ അവർ യൂസ് ചെയ്യേണ്ടത് മുഴുവൻ ഈ ക്രെഡിറ്റ് കാർഡാണ്. എന്നിട്ട് അതിൻ്റെ ബില്ല് അവർ കൊടുത്തിട്ട് അത് വെച്ചിട്ടാണ് അവരുടെ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റാത്ത സ്റ്റേജുകൾ വരുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഡേറ്റൊക്കെ നമ്മൾ കൃത്യമായി ഓർത്തിരുന്ന് ഈ പൈസ അടച്ചില്ലെങ്കിൽ പലിശ വരൂലേ? ഒരിക്കലും വരൂല. വരാതിരിക്കാനുള്ള പണിയുണ്ട്. എല്ലാ ക്രെഡിറ്റ് കാർഡുകളിലും ഓട്ടോ ഡെബിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഓട്ടോ ഡെബിറ്റ് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ നമ്മുടെ ആ ഡേറ്റ് ആകുമ്പോൾ ക്യാഷ് ക്രെഡിറ്റ്കാരൻ കട്ട് ചെയ്തെടുത്തുകൊണ്ട് പൊയ്ക്കോളും. അക്കൗണ്ടിൽ ക്യാഷ് ലോഡ് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതി. അതിന് മുമ്പായിട്ടുള്ള ദിവസം അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട് വെച്ചിട്ട് കാർഡിനകത്ത് ഓട്ടോ ഡെബിറ്റ് ഇനാബിൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ബില്ലിംഗ് ഡേറ്റ് എന്നാണോ അന്ന് ആ ക്യാഷ് കട്ടായി പൊയ്ക്കോളും. അപ്പോൾ നമ്മുടെ പൈസ ഒരു കാരണവശാലും പലിശ വരുമെന്നുള്ള കാര്യം പേടിക്കുകയേ വേണ്ട. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഫാസിദായ ഷർത്തിനെ മറികടക്കാൻ നമുക്ക് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ ഒരാൾക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സൂക്ഷ്മത ഒഴിവാക്കലാണെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിനകത്ത് റൂപേ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്, നോർമൽ ക്രെഡിറ്റ് കാർഡുണ്ട്. റൂപേ കാർഡ് കേട്ടിട്ടുണ്ടോ?
ക്രെഡിറ്റ് കാർഡിനകത്ത് റൂപേ കാർഡ്. ഈ റൂപേ കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് UPI ട്രാൻസാക്ഷൻസ് അതുവഴി നടക്കും. എന്ന് വെച്ചാൽ ഗൂഗിൾ പേ വഴി തന്നെ പൈസ കൊടുക്കാം, കാർഡ് കൊടുക്കണ്ട. നമ്മുടെ ഗൂഗിൾ പേയിൽ ഇത് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ഒരു രൂപ വെള്ളം മേടിച്ചു, 10 രൂപ കൊടുക്കണം. ഇതെടുത്ത് എടുക്കുക, റൂപേ കാർഡിൻ്റെ വരും, ഓപ്ഷൻ കൊടുക്കുക, 10 രൂപ അടച്ചു. അപ്പോൾ ഇത് ഞാൻ ഉത്തമം എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ഒരു ചെറിയ സർവീസ് ചാർജ് ആരുടെ നിന്ന് പിടിക്കുന്നുണ്ട്, ഈ കച്ചവടക്കാരുടെ നിന്ന് ഇവർ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 500, 300, 700, 1000 ഒക്കെ നമ്മൾ അടയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ നിന്ന് കുറച്ച് പൈസ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സത്യത്തിൽ കടക്കാരന് കൊടുക്കേണ്ടത് 1000 രൂപയാണ്. പക്ഷെ നമ്മുടെ കാർഡ് വഴി നമ്മൾ പേ ചെയ്തപ്പോഴത്തേക്ക് അയാൾക്ക് എത്ര കിട്ടിയിട്ടുള്ളൂ? 975 രൂപ ഉദാഹരണത്തിന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സത്യത്തിൽ അയാൾക്ക് കൊടുക്കേണ്ട ഹക്ക് 1000 അല്ലേ? അപ്പോൾ ഈ 1000 അയാൾക്ക് കിട്ടാത്തൊരു സാഹചര്യം വരും എപ്പോൾ? ഈ റൂപേ കാർഡ് പോലുള്ളത് യൂസ് ചെയ്യുമ്പോൾ. അതേസമയം നമ്മൾ കാർഡ് തന്നെ പർച്ചേസ് ചെയ്ത് നമ്മൾ കമ്പനികളിലോ അല്ലെ വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ കാർഡ് കൊടുക്കുമ്പോൾ അവർക്കറിയാം ഇതിനകത്തൊരു ചാർജ് ഉണ്ടെന്നും ആ ചാർജ് അവരുടെ നിന്ന് കട്ടാകുമെന്നും അവർ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ നിന്ന് കാർഡ് മേടിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല അല്ലേ? പക്ഷേ ഈ റൂപേ കാർഡ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു വരുന്നതുകൊണ്ട് കുറച്ച് സൂക്ഷ്മതയും ഉത്തമവും. അല്ലെങ്കിൽ നമ്മളവരോട് ചിലപ്പോൾ ഇത്തിരി പൈസ കുറയും കേട്ടോ. ഞാനിത് 2 യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ചില പേയ്മെൻ്റ് നടത്തുമ്പോൾ നമ്മൾ അവരോട് കടക്കാരോട് പറയും ഇതിനകത്ത് 2-3 രൂപ കുറയും കേട്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല സാർ എന്ന് പറയുന്നതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇത് രണ്ടിനാണെങ്കിലും ഈ നിയമങ്ങൾ തന്നെയാണ് ബാധകമാകുന്നത്. ഈ പറയപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഥവാ ഷർത്തുകൾ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതിന് വിരോധമില്ല. പിന്നെ ഏറ്റവും അഫ്ളലായ രൂപം ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് മറ്റൊരു വശം ഇതിലല്ല. പക്ഷേ ജവാസിൻ്റെ മസാല പൊതുവെ ബിസിനസ് മേഖലയിലുള്ളവർക്ക് അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥ മേഖലകളിലുള്ളവർക്ക് തൊഴിൽ മേഖലകളിലുള്ളവർക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള കാർഡുകൾ ഉപയോഗിക്കേണ്ട സാഹചര്യം വരാറുള്ളതുകൊണ്ട് അത്തരം സംഗതികൾ വേണമെങ്കിൽ ഉപയോഗിക്കാനുള്ള ഇളവുണ്ട്. ഒന്നുറക്കെ പറയാം. അതൊരു പ്രശ്നമാണ്. സാധാരണ ഈ കടക്കാർ, കുഴപ്പമില്ല ഞാൻ ചോദ്യം പറഞ്ഞതാണ്, കടക്കാർ വലിയ എമൗണ്ടുകളൊക്കെ ആണെങ്കിൽ അവർ പറയും സാർ ഇതിനൊരു 2% സർവീസ് ചാർജ് ഉണ്ട്, അത് തരണം എന്ന് നമ്മളോട് ഡിമാൻഡ് ചെയ്യും. എനിക്ക് പല സന്ദർഭങ്ങളിലും അങ്ങനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ RBIയുടെ നിയമം അനുസരിച്ച്, റൂൾ അനുസരിച്ച് ബാങ്കുകാരൻ ഈ കടക്കാരൻ ആ പൈസ നമ്മളോട് ചോദിക്കാൻ പാടില്ല എന്നതാണ് ഒന്നാമത്തെ വ്യവസ്ഥ. അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് വെച്ചൊരു തവണ ഒരു പേയ്മെൻറ്റ് നടത്തിയപ്പോഴത്തേക്ക് ഒരു 40,000 രൂപയുടെ പേയ്മെൻറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ കാർഡ് എടുത്തു കൊടുത്തു. അപ്പോൾ പറഞ്ഞു ഇതിന് 650 രൂപ എക്സ്ട്രാ ചാർജ് വരുമെന്ന്. ഞാൻ പറഞ്ഞു തരൂല എന്ന്. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അതെന്നോട് ചോദിക്കാൻ റൈറ്റ് ഇല്ല, അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇത് മർച്ചൻ്റ് സഹിക്കണം എന്നതാണ് നിയമം. അവർ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയാൽ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം ഓംബുഡ്സ്മാനിൽ. കാരണം ഈ സാധനം മേടിച്ചവർ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവർക്കറിയാം ഇതിന് ചാർജ് വരുമെന്നുള്ളത്. ആ നഷ്ടം അവർക്ക് വരാതിരിക്കാൻ വേണ്ടി അവർ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, എക്സ്ട്രാ പൈസ ആരും വരും. സാധാരണ എന്ത് ചെയ്യുക, ആൾക്കാരത് കൊടുക്കും. 650 രൂപ അല്ലേ പോട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോകും. ഞാനത് കൊടുക്കാറില്ല. ഈ 650 രൂപ വേണമെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു തരില്ല. അപ്പോൾ ഒന്നാമത്തെ കാരണം ഇത് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ റൈറ്റ് ഇല്ല. രണ്ടാമത്തെ പ്രശ്നം ഞങ്ങൾക്ക് പലിശ നിഷിദ്ധമാണ്. അതുകൊണ്ട് ഞാൻ ഈ പൈസ തന്നാൽ ഞാൻ കടമായി മേടിക്കുന്ന പൈസയ്ക്ക് ഞാൻ പലിശ കൊടുത്തതുപോലെയാവും. അതുകൊണ്ട് ഞാൻ തരികയില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അവരാലോചിച്ചിട്ട് പറഞ്ഞില്ല അത് നടക്കില്ല, നമുക്ക് സർവീസ് ചാർജ് തരുമെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഡീൽ ക്യാൻസൽ ചെയ്തോ, സാധനം വേണ്ട, ഞങ്ങൾ കാർഡ് തന്നില്ല, ഞങ്ങൾ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കിടന്ന് ആപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കിടന്നു. കാരണം ഒരു 1/2 പവൻ സ്വർണ്ണം ഒന്ന് മേടിച്ചതിൻ്റെ പറ്റാണ് 40,000 രൂപയുടെയാണ്. അപ്പോൾ അവർ പിന്നെ പോയി അത് മാനേജറോടൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞു കുഴപ്പമില്ല സാർ അത് കുറച്ചിട്ടുണ്ട്, പേയ്മെൻറ്റ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഈ 650 രൂപ മേടിച്ചില്ല. അവിടെ ആ പൈസ നമ്മളൊരു കാരണവശാലും കൊടുക്കരുത്. അതിന് നമുക്ക് പ്രശ്നമില്ല. അത് സ്വാഭാവികമായിട്ടും അവർ ക്രെഡിറ്റ് കാർഡ് കൂളായിട്ട് യൂസ് ചെയ്യാൻ അനുവദിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ചാർജും കൂടെ കണ്ടിട്ടായിരിക്കും ഇടുന്നത്. പക്ഷേ നമ്മളോട് സംബന്ധിച്ചിടത്തോളം നമുക്കിതിൻ്റെ വിലയല്ലേ പറയുന്നത്, അപ്പോൾ പ്രശ്നമില്ല. പക്ഷേ എക്സ്ട്രാ തരാൻ പറഞ്ഞാൽ അത് ജായിസാവില്ല. അത് നേരത്തെ നമ്മളൊരു വിഷയം പറഞ്ഞപ്പോൾ ആ ഒരു പോയിൻ്റ് എനിക്ക് വിട്ടുപോയിരുന്നു. അതുപോലൊരു പോയിൻ്റ് ഉണ്ട് ഇവിടെ നമ്മുടെ പങ്ക് കച്ചവടത്തിൽ. ഷെയർ കച്ചവടം പറഞ്ഞല്ലോ. ഈ ഷെയർ കച്ചവടത്തിൽ വ്യാപകമായി നടക്കുന്ന ഒരു രൂപമാണ്, രണ്ടുപേരും ലാഭവിഹിതമൊക്കെ നിശ്ചയിക്കും. എന്നിട്ട് പറയും വർക്ക് ചെയ്യുന്നതിന് മാസം ഇത്ര രൂപ ശമ്പളമെന്ന് പറയും. ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മാസം ശമ്പളം ഇത്ര രൂപ വേറെ തരണം എന്ന് പറഞ്ഞൊരു നിബന്ധന വെക്കാറുണ്ട്. ശരിക്കും 4 മദ്ഹബിൻ്റെയും ഫിഖ്ഹിയായ മസല അനുസരിച്ച് അത് ജായിസല്ല.
ഈ ശതമാനം സെപ്പറേറ്റ് നിശ്ചയിക്കുകയോ സെപ്പറേറ്റ് ശമ്പളം നിശ്ചയിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മൊത്തത്തിൽ എന്ത് ചെയ്യാം, ഈ വർക്കും റിസ്ക്കും എല്ലാം കൂടെ ചേർത്തിട്ടൊരു ശതമാനം കൂട്ടി മേടിക്കാം. ഈ വർക്കിന് വേണ്ടി 10%, അല്ലെങ്കിൽ ഈ വർക്കിന് 20,000 രൂപ മാസം ശമ്പളം, ഇങ്ങനെ കണ്ടീഷൻ വെച്ചാൽ അത് ജായിസല്ല എന്നാണ്. പക്ഷേ ചില ഫിഖഹിൻ്റെ കിതാബുകളിൽ ചില മുഫ്തിമാർ, മൗലാന അബ്ദുർ റഷീദ് ലുധിയാനവിയെ പോലുള്ളവരുടെയൊക്കെ ഫത്വയുടെ ചില കിതാബുകളിൽ ഇങ്ങനെ ശമ്പളം വെച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ഇബാറത്ത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഹംബലി മദ്ഹബിലും സ്റ്റാഫും മുതലാളിയും രണ്ടും രണ്ട് സാധനമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ, നമ്മൾ പൊതുവെ ചിന്തിക്കുന്ന ഒരു സംഗതിയാണ്, നമ്മളൊരു സ്റ്റാഫിനെ വെച്ച് അയാൾക്ക് ശമ്പളം കൊടുക്കണമല്ലോ, അപ്പോൾ നമ്മളും അതേ ജോലിയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ അതിന് ഞാൻ സാറിനൊരു നാടൻ ഉദാഹരണം പറയാറുണ്ട്. ഇപ്പോൾ എനിക്കൊരു ഓട്ടോ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഓട്ടോ ഉണ്ട്. ഈ ഓട്ടോ ഞാനൊരാളെ ഓടിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡെയിലി ഇയാൾ രാവിലെ വരും, ഓട്ടോ എടുത്തുകൊണ്ട് പോയി കളത്തിൽ പോയി കിടക്കും, വൈകുന്നേരം ആകുമ്പോൾ ഇയാൾ വരും, കിട്ടിയ കാശിൻ്റെ അകത്തുനിന്ന് അയാളുടെ ശമ്പളം എടുക്കും, നമുക്ക് പേയ്മെൻറ്റ് തരും. 1 രൂപ പോലും ഓടിയില്ല ഒരു ദിവസം. എന്നാലും വൈകുന്നേരം വരുമ്പോൾ നമ്മൾ ഇയാൾക്ക് എന്ത് ചെയ്യണം, ശമ്പളം കൊടുക്കണം. 10,000 രൂപയ്ക്ക് ഓടി, എന്നാലും വൈകുന്നേരം വരുമ്പോൾ നമ്മൾ എത്ര കൊടുക്കുള്ളൂ, 1000 കൊടുക്കുള്ളൂ അല്ലേ. 9,000 നമ്മുടെ ലാഭമാണ്. ഒരു ദിവസം ഈ സ്റ്റാഫിന് സുഖമില്ലാതെ വന്നു. സുഖമില്ലാതെ വന്നപ്പോൾ ഞാൻ ഈ ഓട്ടോ എടുത്തുകൊണ്ട് നേരെ കളത്തിൽ പോയി കിടന്നു. വൈകുന്നേരം വരെ കിടന്ന് 1 രൂപയുടെ ഓട്ടോ ഓടിയില്ല. വൈകുന്നേരം ഞാൻ ആരോട് ചോദിക്കും 1000 രൂപ? ഇവിടെ ചോദിക്കാൻ പറ്റുമോ? എൻ്റെ ഓട്ടോ ഞാൻ ഓടിച്ചാൽ നഷ്ടം വന്നാൽ ഞാൻ സഹിച്ചോണം. ശമ്പളക്കാരന് ആ വ്യവസ്ഥയില്ല. അവന് ജോലി ചെയ്യാന്നുള്ള പണി മാത്രമേ ഉള്ളൂ. അവൻ ജോലി ചെയ്തിട്ടുണ്ടോ അവന് ശമ്പളം കൊടുക്കണം. ഇവിടെ വരുമാനം കിട്ടിയാലും കൊള്ളാം, കിട്ടിയില്ലേലും. ഒരു കട ഒരാൾ വാടകയ്ക്ക് എടുത്തിട്ടു, അയാൾ കട തുടങ്ങിയിട്ടില്ല, കച്ചവടം ചെയ്തിട്ടില്ല, പക്ഷേ മാസം തോറും വാടക എനിക്ക് തരണ്ടേ, തന്നേ പറ്റുള്ളൂ. അയാൾ കച്ചവടം ചെയ്യേണ്ട അയാളുടെ ഉത്തരവാദിത്വമാണ്. എൻ്റെ നിന്ന് വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്ന വീട് താമസിക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്വമാണ്. അയാൾ താമസിക്കാത്തതിന് എനിക്ക് ഉത്തരവാദിത്തമില്ല, എനിക്ക് എന്തായാലും വാടക തരണം. പക്ഷേ എൻ്റെ സ്വന്തം വീടാണല്ലോ, എനിക്ക് ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ? എൻ്റെ സ്വന്തം കടയാണല്ലോ, ആരോടെങ്കിലും വാടക ചോദിക്കാൻ പറ്റുമോ? എന്നാണ് മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ഡിഫറൻസ്. അതാണ്. ഒരിക്കലും മുതലാളിയും തൊഴിലാളിയും ഒരുപോലെ ആവില്ല. അതുകൊണ്ട് തന്നെ സഫക്കത്തൈനി ഫി സഫക്കത്തൈൻ എന്ന് പറയുന്നിടത്ത് പറയുന്നൊരു പോയിൻ്റാണ്, ഒരിടപാടിൽ രണ്ടിടപാടെന്ന് പറയുന്ന രൂപത്തിൽപ്പെട്ടതാണ്. ഒരേ സമയം ഒരാൾ മുതലാളിയും ആകുക, അതേസമയം അയാൾ തൊഴിലാളിയും ആകുക. ഈ 2 പേര് ഇയാൾക്ക് സൂട്ടാവില്ല. അപ്പോൾ ഈ ഹംബലി മദ്ഹബിലെ ചില പണ്ഡിതന്മാരും ഈ പറഞ്ഞ പോലുള്ള ചില പണ്ഡിതന്മാരും ഇങ്ങനൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. കുഴപ്പമില്ല എന്ന് അഭിപ്രായം, പക്ഷേ അവരവിടെ ഒരു കണ്ടീഷനും കൂടെ പറയുന്നുണ്ട്. ഒരു തൊഴിലാളി എന്ന നിലയിൽ തന്നെ ഇയാൾ പ്രവർത്തിക്കാൻ സന്നദ്ധനായിരിക്കണം. മുതലാളി സമ്മതിക്കുമോ? ഞാൻ കാശ് മുടക്കി ഞാൻ കച്ചവടം ചെയ്യുന്ന ആൾ മറ്റേ ആളുടെ തൊഴിലാളിയെ പോലെ ജോലി ചെയ്യാൻ മനസ്സുകൊണ്ട് ഞാൻ സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കില്ല. ഒരു തൊഴിലാളിയെ പോലെ ഇയാളാകണം. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കച്ചവടമെന്ന നിലയിൽ ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനല്ലാത്ത മറ്റൊരു ജോലി, അത് ഞങ്ങൾ തമ്മിൽ ഷെർത്ത് വെച്ചാൽ കുഴപ്പമില്ല. ഉദാഹരണത്തിന് ഞങ്ങൾ രണ്ടുപേരോട് ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സിനകത്ത് ഞാൻ ഒരു പാർട്ട്ണർ എന്ന നിലയിൽ ചെയ്യാൻ ഉത്തരവാദിത്വമില്ലാത്ത, ഉദാഹരണത്തിന് ക്ലീനിങ് ജോലി, കട ഡെയിലി തൂത്തുവാരണം, ഒരു പാർട്ട്ണർ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതല്ല അല്ലേ. അപ്പോൾ ഞാൻ പറയണ്ട, ഇതിൻ്റെ തൂപ്പ് ജോലി ഞാൻ ഏറ്റെടുത്തോളാം, എനിക്ക് അതിനുള്ള എക്സ്ട്രാ ശമ്പളം തരണമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇങ്ങനെ വേണമെങ്കിൽ ശമ്പളം വയ്ക്കുന്നതിന് വിരോധമില്ല. മറിച്ചൊരു കച്ചവടത്തിൻ്റെ ഭാഗമായി ഞാൻ ചെയ്യേണ്ട ജോലികൾ ചെയ്യുന്നതിന് എക്സ്ട്രാ ശമ്പളം അത് മാത്രമല്ല, ഈ ശമ്പളം മേടിക്കുന്നതിനേക്കാളും ലാഭകരം ശതമാനം കൂട്ടി മേടിക്കുന്നത് തന്നെയാണ്. പല ആളുകളും അതവർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് മാത്രമാണ്. ശമ്പളം എന്ന് പറയുമ്പോൾ ഫിക്സഡ് ആയിരിക്കും, ശതമാനം എന്ന് പറയുമ്പോൾ എത്ര കൂടുന്നോ അതിനനുസരിച്ച് ഇയാളുടെ ഗ്രാഫും കൂടിക്കൂടി വരും. ഇപ്പോൾ കോഴിക്കോടുള്ള നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ ആദ്യം അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ച് ഞാനത് ഫുള്ള് എഴുതിയൊക്കെ കാണിച്ചു കൊടുത്തു. ശമ്പളമാണെങ്കിലും ലാഭശതമാനമാണെങ്കിലും വ്യത്യാസം വരുന്നതിൻ്റെ കണക്കൊക്കെ പറഞ്ഞു കൊടുത്തു. അവസാനം അവരെ സമ്മതിച്ചിട്ട് അത് അപ്ലൈ ചെയ്തു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എന്നെ പുള്ളി വിളിച്ചിട്ട് ഉസ്താദ് പറഞ്ഞത് എന്തായാലും ഭയങ്കര കറക്റ്റായിരുന്നു, ഇസ്ലാമിൻ്റെ നിയമം എത്ര സുന്ദരമാണെന്ന് എനിക്ക് ഇന്നലെ ഈ 2 മാസം കൊണ്ട് മനസ്സിലായിരുന്നു. ഞാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മുമ്പ് രാവിലെ കട 9 മണിക്കാണ് തുറക്കേണ്ടത്, പക്ഷെ ഞാൻ 9:15 ആകുമ്പോഴേ എത്തുള്ളൂ. എന്നിട്ട് രാത്രി 8 മണിക്കാണ് കട അടയ്ക്കേണ്ടത്, 7:45 ഞാൻ ഏകദേശം ക്ലോസ് ചെയ്യും. കാരണം ഞാൻ എത്ര പണിയെടുത്താലും എനിക്ക് 20,000 രൂപ കിട്ടുള്ളൂ. ഇതാണ് എൻ്റെ ചിന്താഗതി. ഇപ്പം ലാഭത്തിൻ്റെ ശതമാനമായപ്പോൾ എൻ്റെ മൈൻഡ് മാറി. ഇപ്പോൾ 9 മണി എന്നുള്ള ഞാൻ 8 മണിക്ക് കട തുറക്കും. അതുകൂടാതെ രാത്രി 8 മണി എന്നുള്ളത് ഇനി 9 ആയാലും 10 ആയാലും 11 ആണെങ്കിലും ഞാൻ കസ്റ്റമർ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കും. കാരണം എന്താ, 100 രൂപയുടെ കച്ചവടം നടന്നാൽ ഇത്ര ശതമാനം എൻ്റെ അക്കൗണ്ടിലോട്ട് കയറും. മറ്റത് ഞാനെന്തിനാണ് പണിയെടുക്കുന്നത്, എത്ര പണിയെടുത്താലും 20,000 രൂപ കിട്ടുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന മെച്ചം എന്താണ്,
മറ്റേ പാർട്ണർക്കും മെച്ചമാണ്. കാരണം ഇയാൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ലാഭവിഹിതം കയറുമ്പോൾ മറ്റേ ആൾക്ക് ലാഭവിഹിതം കൂടുമല്ലേ. ഇതാണ് ശരീഅത്ത് ശതമാനം നിശ്ചയിച്ചതിൻ്റെ പിന്നിലെ കാരണമെന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് തുകയോ ഒന്നും വെക്കാതെ കൃത്യമായ ഒരു ലാഭ ശതമാനത്തിനകത്തുനിന്ന് നിങ്ങൾ ഇത്ര എടുത്തോ എന്ന് ശരീഅത്ത് പറഞ്ഞപ്പോൾ അയാളുടെ ഓരോ മിനിറ്റ് അധ്വാനത്തിനും അയാളുടെ വരുമാനം കൂടുകയാണ്. മറ്റൊരാൾ എത്ര അധ്വാനിച്ചാലും അയാളുടെ വരുമാനം അങ്ങനെ തന്നെ നിൽക്കും. ഇങ്ങനെയും ഒരു സംഗതി ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ആരെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സന്തോഷമായി, ഹാപ്പിയായി. മറ്റൊരു ഹാപ്പിയാണ്, കാരണം ഇയാൾ ഹാർഡ് വർക്ക് ചെയ്യാണ്, ഇയാൾക്ക് മെച്ചം കിട്ടുന്നതുകൊണ്ട് ഇയാളും ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരും ഹാപ്പിയാണ്. അപ്പോൾ രണ്ടു പേർക്കും മെച്ചമാണ് ശരീഅത്ത് ഈ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ സംഗതികൾ ഓരോന്നും ശരീഅത്തിൻ്റെ നിയമങ്ങളിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, അവ്യക്തത. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു, എന്താണ് പറഞ്ഞ സംഗതി? ഷർത്തുകൾ. അതായത് ഒരു കച്ചവടത്തിൻ്റെ സ്വഭാവത്തിന് നിരക്കാത്ത നിബന്ധനകൾ വെച്ചാൽ ആ കച്ചവടം എന്തായി പോവും? ഫാസിദായി പോവും. ഉദാഹരണത്തിന് നമ്മൾ പറയാണ്, ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചു, അല്ല ഒരു കാറ് മേടിച്ചു. അപ്പോൾ കമ്പനി ഇങ്ങോട്ട് നമുക്ക് ഓഫർ ചെയ്യുക, ഇതിൻ്റെ 1 വർഷത്തെ സർവീസ് ഫ്രീ, അല്ലെങ്കിൽ ഇതിന് 1 വർഷത്തേക്ക് വാറണ്ടി ഉണ്ട് എന്ന് പറയും. എന്നിട്ട് ഇവർ പറയും എക്സ്റ്റെൻഡഡ് വാറണ്ടി തരാം, കാരണം 1 വർഷത്തേക്ക് സർവീസ് ഫ്രീ ആണ്, 1 വർഷവും കൂടെ വാറണ്ടി തരാം, ഒരു 5000 രൂപ കൂടെ എന്ത് ചെയ്യണം? അടയ്ക്കണം. ഇത് പറ്റുമോ? ഇത് ജൈസാവോ? സ്പെയർ പാർട്സിന് ഇങ്ങനെ പല സാധനങ്ങൾക്കും അവർ എക്സ്റ്റെൻഡഡ് വാറണ്ടി തരും. ഇത് പറ്റില്ല. അപ്പോഴാണ് നമ്മുടെ പ്രശ്നം അടുത്തത് കയറി വരുന്നത്. അതിലോട്ട് കയറിയിട്ട് നമുക്കിത് പറയാം. ഇൻഷുറൻസ് അല്ല, ഇൻഷുറൻസിനെ കുറിച്ച് ചോദിച്ചില്ലായിരുന്നു. ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ പ്രശ്നം എന്താ? പലിശയല്ലേ? ആണോ? പലിശ ഉള്ളതുകൊണ്ടല്ലേ ഇൻഷുറൻസ് കയറാമായത്? അല്ല, പലിശ എന്ന് പറയുന്നത് സെക്കൻഡറി പ്രശ്നമാണ്, രണ്ടാമത്തെ പ്രശ്നമാണ്. ഒന്നാമത്തെ പ്രശ്നം പലിശയല്ല. ഒന്നാമത്തെ പ്രശ്നം ഞാൻ ആദ്യം പറഞ്ഞ അൺസർട്ടനിറ്റി അഥവാ അവ്യക്തത അഥവാ ഗറർ എന്ന് ശരീഅത്ത് പറഞ്ഞിരിക്കുന്ന വാക്ക്. ഗറർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായാൽ ഈ പ്രശ്നം പകുതി തീരും. ഗറർ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇൽ ഗറർ. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇൽ ഗറർ. ഗററിൻ്റെ കച്ചവടം നബിതങ്ങൾ വിലക്കി. എന്തായി ഗറർ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഭാഷാപരമായി പറഞ്ഞാൽ ചതി, വഞ്ചന എന്നൊക്കെ പറയും. പക്ഷെ ഗററിന് താരീഫുണ്ട്, അതിന് നിർവചനമുണ്ട്. 3 കാര്യങ്ങളാണ് ഗറർ എന്ന് പറയുന്നത്. 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമുണ്ടായാൽ ആ അഖദിൽ ഗററുണ്ട്. ആ ഇടപാട് എന്തല്ല? അനുവദനീയമാവില്ല. ഒന്നാമത്തത് അൽ ജഹാലത്തു ബിൽ മബീഇ അവി തമൻ. ചരക്ക് അല്ലെങ്കിൽ വില അവ്യക്തമാവുക. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, സാധനം എന്താണെന്നറിയില്ല. കല്ലെടുത്തെറിയുമ്പോൾ വീഴുന്ന സാധനം 1000 രൂപ. ഇപ്പോൾ ഏത് സാധനത്തെ പോയി വീഴുമെന്ന് നമുക്കറിയില്ല. ഇങ്ങനെയുള്ള അവ്യക്തത വരുന്ന രൂപം. അതല്ലെങ്കിൽ പറയാണ് സാധനം എടുത്തോ, പൈസ പിന്നെ പറയാം. അപ്പോൾ വില അറിയില്ല, നമുക്ക് എന്ത് വിലയ്ക്കായി സാധനം തന്നിരിക്കുന്നതെന്ന് അറിയാത്ത പല സന്ദർഭങ്ങളിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാൻ ഒരു ദിവസം മീൻ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയി. മീൻ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ ചെന്നിട്ട് മീനിൻ്റെ വില ചോദിച്ചു. ഇവിടെ വെച്ചല്ല, ഞാൻ കായംകുളത്തുണ്ടായിരുന്ന സമയത്താണ്. അപ്പോൾ മീനിൻ്റെ വില എത്രയാണെന്ന് വെച്ചാൽ, കുഴപ്പമില്ല സാർ, സാധനം കൊണ്ടുപോക്കോ, എത്ര വേണം? 3 കിലോ എടുക്കട്ടെ, 2 കിലോ എടുക്കട്ടെ. ഞാൻ പറഞ്ഞു ആദ്യം വില പറ, വില പറഞ്ഞിട്ട് സാധനം എടുക്കാം. ഇല്ല അത് കുഴപ്പമില്ല, വിലയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കാം, സാധനം കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു വില പറയുന്നില്ലെങ്കിൽ എനിക്ക് സാധനവും വേണ്ട, വില പറയാം. ഇപ്പോൾ ഇതിനൊരു വില ഉണ്ടല്ലോ. ഇപ്പോൾ വിലയില്ലാത്ത സാധനം ഇനി വില നാളെ ഫിക്സ് ചെയ്യുന്ന സാധനമൊന്നും അല്ലല്ലോ ഇത്. ഇപ്പോൾ ഓൾറെഡി ഇതിന് മാർക്കറ്റിൽ വിലയുള്ളൊരു സാധനമാണല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ വില പറഞ്ഞോ. വില എനിക്ക് തൃപ്തിപരമായാൽ ഞാൻ ആ സാധനം എടുക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ വില പറഞ്ഞു. ഇത് ആദ്യം പറഞ്ഞാൽ പോരെ, ഇപ്പോൾ അതൊന്നുമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു ഇത് ദീനിൻ്റെ നിയമമാണ്. ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോൾ അതിന് വില പറഞ്ഞിട്ട് വേണം നമ്മൾ കച്ചവടമാക്കാൻ, അല്ലെങ്കിൽ അവ്യക്തത നിലനിൽക്കും. നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ എങ്ങോട്ടും പോകാൻ വേണ്ടി വഴി നിൽക്കും, ഓട്ടോ വരും, ഓട്ടോ വിളിക്കും, നേരെ കയറിയിരിക്കും, ഇന്ന സ്ഥലത്ത് പോട്ടെ എന്ന് പറയും. അവിടെ എത്തുമ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന 50 രൂപ എടുത്ത് കൊടുക്കും, 70 രൂപ കേട്ടോ.
എന്ന് പറയും ഓട്ടോക്കാരൻ. ഞാൻ സ്ഥിരം 50 രൂപ കൊടുക്കും. അല്ല, അത് നേരത്തെ പറഞ്ഞില്ലല്ലോ അല്ലേ? പലപ്പോഴും സംഭവിക്കും. ഓട്ടോ ശരിക്കും പറഞ്ഞാൽ വിളിച്ചാൽ നിർത്തി കഴിയുമ്പോൾ ചോദിക്കണം, എനിക്ക് ഇന്ന സ്ഥലം വരെ പോകണം, എത്ര രൂപയാണ്, ഇത്ര രൂപ പറ്റുമോ? ഇല്ല, വേണ്ട, വയ്ക്കോ എന്ന് നമുക്ക് പറയാൻ ഓപ്ഷനുണ്ട്. പക്ഷെ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇടിയുണ്ടാക്കാൻ പറ്റുമോ? അയാൾ പറയുന്ന കാശ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പ്രീപെയ്ഡ് ടാക്സിയാണ് ശരിക്കും കറക്റ്റ് ഉസൂൽ അനുസരിച്ചുള്ള ടാക്സി അല്ലേ? നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഒരു തുണ്ട് തരും, ഇത്ര രൂപ, അവിടെ കൊണ്ട് ഇറക്കാൻ പറയും. കറക്റ്റ് അവിടെ എത്തുമ്പോൾ അവർ ഇറക്കി വിടും, നമ്മുടെ കാശ് മേടിക്കും. സേഫാണ്, ഒരു പ്രശ്നമില്ല. പ്രീപെയ്ഡാണ് വളരെ കൃത്യമായിട്ടുള്ള രൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വില അറിയില്ല, വില അറിയാതെയുള്ള ഇടപാടുകൾ അത് ജായിസല്ല. അല്ലെങ്കിൽ സാധനം എന്താണെന്നറിയില്ലാത്ത ഇടപാട് ഇത് ജായിസല്ല. ആദ്യം പറഞ്ഞ 2 പ്രധാന വിഷയങ്ങൾ കിടക്കുകയാണ്. പക്ഷെ അതിലേക്ക് കയറാൻ ഇനി നിർവാഹമില്ല. ഒന്ന് ഷെയർ മാർക്കറ്റ്, 2 മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഇതിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. 1:35 നിർത്താനാണ് ഉസ്താദ് പറഞ്ഞത്. ഇനിയിപ്പോൾ 2-3 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. എന്തൊരു പറയണ്ടോ? അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഷർത്തിൽ തന്നെ പെടും. അത് മുഖ്തദൽ അഖദിന് ഖിലാഫായ ഷർത്താണ്. അത് കച്ചവട ഇടപാടുകൾക്ക് യോജിച്ച ഷർത്തിൽപ്പെട്ടതല്ല. അപ്പം അവിടെ സ്വാഭാവികമായും നമ്മളത് ഓഫാക്കി. അതിൻ്റെ നഷ്ടം വന്നാൽ അത് സഹിക്കുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. അല്ലെങ്കിലും നമ്മൾ വേറൊരു നഷ്ടം സഹിക്കണം. അവിടെ അമിത പൈസ കൊടുത്ത് നമ്മളത് ഈടാക്കണം എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷേ അത് ഉറപ്പില്ലാത്ത കാര്യമാണ്. നമ്മൾ ക്യാൻസൽ ചെയ്യലെന്നൊന്നും ഉറപ്പില്ലല്ലോ. അപ്പോൾ നമ്മൾ അധികം കൊടുക്കുന്ന പൈസ വേസ്റ്റായി പോവുകയും ചെയ്യും. അങ്ങനെ ഒരു രൂപം വരാതിരിക്കലാണ് ഷറൈൻ്റെ വീക്ഷണത്തിൽ ഏറ്റവും ഉത്തമം. ഇനി ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാൻ ഉസ്താദ് പറഞ്ഞു. പക്ഷേ ഷെയർ മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞു വരണമെങ്കിൽ തന്നെ ഒരു അരമണിക്കൂർ പിടിക്കും. അപ്പോൾ എന്നാലും പിന്നെയുള്ള അതിനകത്തുള്ള ഇടപാടുകൾ, അതിനകത്ത് നടക്കുന്ന കച്ചവട രൂപങ്ങൾ, ആകെ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മാത്രം ഞാനൊന്ന് പറയാം. എന്താണ്, ചിലർക്കൊക്കെ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി പറയുകയാണ്. അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് 2 മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രൈമറി മാർക്കറ്റ്, ഒന്ന് സെക്കൻഡറി മാർക്കറ്റ്. ഇങ്ങനെ 2 മാർക്കറ്റുകളുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ടൊരു കമ്പനി, അത് കമ്പനി ലിസ്റ്റ് ചെയ്യൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രൊസീജിയറുകൾ, അതിനെക്കുറിച്ച് പറയാൻ ഒരുപാട് സമയം വേണം. അപ്പോൾ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് അവർ ചെയ്യുന്നത് ഈ പ്രൈമറി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുകയാണ്. പ്രൈമറി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഷെയറുകൾ വിൽക്കാൻ തുടങ്ങും. ഈ കമ്പനിയുടെ ഷെയർ അവർ വിൽക്കുന്നത് ഡയറക്റ്റാണ്. എന്നുവെച്ചാൽ IPO എന്നാണ് അതിന് പറയുന്നത്, ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയും. അത് വെച്ചിട്ട് അവർ ഫണ്ട് സമാഹരണം നടത്തും. ഫണ്ട് സമാഹരണം നടത്തി കമ്പനിക്ക് ആവശ്യമായ ക്യാഷ് കിട്ടി, കമ്പനിയുടെ ഷെയറുകൾ കമ്പനി വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ട്രേഡിംഗ് നടക്കുന്ന സ്ഥലമാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. നമ്മൾ BSE NSE എന്നൊക്കെ പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്നത് സെക്കൻഡറി മാർക്കറ്റാണ്. ഇവിടെ കമ്പനിക്ക് യാതൊരു റോളും ഇല്ല. ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്ന ഷെയറുകൾ അടുത്തയാൾക്ക് വയ്ക്കുന്നു, അയാൾ അടുത്തയാൾക്ക് വയ്ക്കുന്നു, തിരിച്ചിങ്ങോട്ട് മേടിക്കുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് ഇവിടെയാണ്, ഈ സെക്കൻഡറി മാർക്കറ്റിലാണ്. പ്രൈമറി മാർക്കറ്റിൽ കമ്പനിയുടെ ഷെയറുകൾ ഇഷ്യൂ ചെയ്തു, IPO വഴി അത് കൊടുക്കേണ്ടവർക്ക് കൊടുത്തു. അവർ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റാണ് ഷെയർ മാർക്കറ്റ്. ഇതിലൊരു ഷെയർ എന്ന് പറഞ്ഞാൽ, ഒരു ഷെയർ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ്സ് ദ ഓണർഷിപ്പ് ഓഫ് എ കമ്പനി എന്നാണ്. ഒരു പർട്ടിക്കുലർ പോർഷൻ ഓഫ് എ കമ്പനി എന്നാണ്. ഒരു കമ്പനിയുടെ ഒരു ഓഹരിയുടെ വിലയാണ് ഒരു ഷെയർ റെപ്രസെൻ്റ് ചെയ്യുന്നത്, പ്രതിനിധീകരിക്കുന്നത്. എന്ന് വെച്ചാൽ കമ്പനിയിൽ പ്രോപ്പർട്ടി ഉണ്ടാവും, മെഷീനറി ഉണ്ടാവും, കമ്പനി ഉണ്ടാകും, പ്രൊഡക്റ്റുകളുണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. പിന്നെ അവിടുത്തെ ക്യാഷ് ഉണ്ടാകും, അവർക്ക് കിട്ടാനുള്ള ക്യാഷ് ഉണ്ടാവും, അവർ കൊടുക്കാനുള്ള ക്യാഷ് ഉണ്ടാവും, ഇങ്ങനെയുള്ള സംഗതികളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് സമനും ഗൈർ സമനുമായ 2 സാധനങ്ങളുടെ സമ്മിശ്രമാണ്. അതായത് ഹദീസിൽ വന്ന ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു സഹാബി വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇഷ്തറൈതു ഖിലാദതൻ ബി10 ദനാനീർ. നബിയെ, ഞാനൊരു മാല 10 ദീനാറിന് വാങ്ങി. ഞാനൊരു 10 ദീനാറിന് വാങ്ങി. ഫിഹ ദഹബുൻ വ ഖറസുൻ, അതിൽ സ്വർണ്ണവും ഉണ്ട്, മുത്തും ഉണ്ട്. 10 ദീനാറിനാണ് വാങ്ങിയത്. ഫസൽതുഹ,
അതിനെ ഞാൻ സെപ്പറേറ്റ് ആക്കിയപ്പോൾ ഫവജത്തുഹ 12 ദീനാറൻ, അതിൽ 12 ദീനാർ ഉണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞു ലാ തുബാഉ ഹത്താ തുഫസ്സൽ, അത് വേർപിരിക്കപ്പെടുന്നത് വരെ അത് കച്ചവടം ചെയ്യപ്പെടാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാഫി മദ്ഹബ് പ്രകാരം ശരിക്കും നിയമം പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിലെ കച്ചവടം ജായിസല്ല. കാരണം ഒരു ഷെയറിൽ തന്നെ ക്യാഷും ഉണ്ട്, ക്യാഷ് അല്ലാത്ത വസ്തുക്കളും ഉണ്ട്. ഇങ്ങനെയുള്ള സാധനം ഫിസിക്കലി അതിനെ സെപ്പറേറ്റ് ആക്കണമെന്നാണ് ഷാഫി മദ്ഹബിൻ്റെ മസല. എന്നാൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഹത്താ തുഫസ്സൽ എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായ വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടുക എന്നതാണ്. ഇത് രണ്ടും ഇത്ര അളവുണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ആ കച്ചവടം ജായിസാകും എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് വാങ്ങുന്ന ഒരു ഷെയറിനകത്ത് ക്യാഷും ഉണ്ട്, ചരക്കും ഉണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, കമ്പനിയുടെ അക്കൗണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അത് വെച്ച് നമുക്ക് കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കാവുന്നത് കൊണ്ട് നമുക്ക് ആ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനുമുള്ള പെർമിസിബിലിറ്റി ഉണ്ട്. ഇത് പറയാനുള്ള കാരണം ഇപ്പോൾ ഈ ഒരു കുപ്പി എന്ന് പറയുക, ഈ കുപ്പിക്കകത്ത് പിന്നെ ഇത് ഒരു 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 പാത്രം എന്ന് സങ്കല്പിച്ചാൽ മതി. ഇതിനകത്ത് കുറച്ച് സ്വർണ്ണമുണ്ട്, കുറച്ച് വെള്ളിയുണ്ട്. ഇപ്പോൾ ഇത് രണ്ട് സാധനം ഇരിക്കുകയാണല്ലോ. അല്ല, കുറച്ച് സ്വർണ്ണമുണ്ട്, കുറച്ച് ഗോതമ്പുണ്ട്, സ്വർണ്ണമുണ്ട്. ഇപ്പോൾ ഈ രണ്ട് സാധനങ്ങളായിരിക്കുന്നു. ഒന്ന് സ്വർണ്ണമാണ്, ഒന്ന് സ്വർണ്ണമല്ലാത്ത സാധനമാണ്, സമനല്ലാത്തൊരു സാധനമാണ്. അപ്പോൾ ഇത് തമ്മിൽ വേർതിരിച്ചറിഞ്ഞാൽ ഇതിൻ്റെ കച്ചവടം ജായിസാവെന്ന് പറയുന്നതിൻ്റെ കാരണം ഈ സ്വർണത്തിന് പകരം സ്വർണം തന്നെ വരുമ്പോൾ തുല്യമായിരിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഇപ്പുറത്ത് കിട്ടുന്ന ക്യാഷ് ഇതിൻ്റെ എക്വാലൻ്റ് ആയിരിക്കണം. ഉദാഹരണത്തിന് 10 ഗ്രാം സ്വർണ്ണമുണ്ടെങ്കിൽ ആ 10 ഗ്രാമിൻ്റെ സ്വർണത്തേക്കാൾ 1 രൂപയെങ്കിലും കൂടുതലായിരിക്കണം ഇത് വാങ്ങുന്ന വില. എന്ന് പറഞ്ഞാൽ ഈ 10 ഗ്രാം സ്വർണത്തിൻ്റെ തുല്യമായ പൈസ അതിൻ്റെ വില, ഈ ബാക്കിയുള്ള സാധനത്തിൻ്റെ വില എക്സ്ട്രാ കൊടുക്കുന്ന പൈസ. അപ്പോൾ ഇങ്ങനെ വരണമെന്നുള്ളതാണ് ഇതിൻ്റെ നിബന്ധന. അപ്പോൾ അതുകൊണ്ടാണ് ഷെയറുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഷെയറിൽ സ്വർണവും, അതായത് ഫിക്സഡ് അസറ്റും ലിക്വിഡ് അസറ്റും ഉണ്ട്. ഷെയറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലിക്വിഡ് അസറ്റും ഉണ്ട്, ഫിക്സഡ് അസറ്റും ഉണ്ട്. ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ്, ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ചരക്ക്, സ്ഥലങ്ങൾ, മെഷീനറി, സാധനങ്ങൾ, ഇങ്ങനെയുള്ളത്. ഇത് രണ്ടും കൂടെ ഉൾപ്പെടുന്ന കമ്പനിയുടെ മൊത്തം ആസ്തിയുടെ ഒരു ചെറിയ പോർഷനാണ് ഒരു ഷെയർ എന്ന് പറയുന്നത്. ഈ ഷെയറാണ് നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. ഇത് വാങ്ങുക എന്ന് പറയുന്നതിന് 2 രൂപങ്ങളുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് വാങ്ങിയിട്ട് ലാഭം കിട്ടുമ്പോൾ വിൽക്കുന്ന രൂപമുണ്ട്, 2 വാങ്ങിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് കമ്പനിയുടെ ലാഭവിഹിതം വീതിക്കുമ്പോൾ അത് വാങ്ങിയിട്ട് ലാഭം എടുക്കുക എന്ന് പറയുന്ന രൂപമുണ്ട്. അതായത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും, ഡിവിഡൻഡ് എന്ന് പറയും. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം വിറ്റിട്ട് കിട്ടുന്ന ലാഭം. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, വിതരണം ചെയ്യുന്ന ലാഭം, അതിൻ്റെ ഒരു വിഹിതം നമുക്ക് കിട്ടും. അത് നമുക്ക് വാങ്ങാവുന്നതാണ് ഇതിൻ്റെ ഒരു ബേസിക് സംഗതി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മാർക്കറ്റിൽ ഒരുപാട് ഇടപാടുകളുണ്ട്. ഉദാഹരണം ഷോർട്ട് സെല്ലിംഗ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്, പിന്നെ CNC ഉണ്ട്, ഇൻട്രാഡേ ഉണ്ട്, ഡെയിലി ട്രേഡിംഗ് എന്ന് പറയുന്ന സംഗതി. ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉസ്താദ് പറഞ്ഞാൽ സമയം കഴിഞ്ഞ് പിന്നെ 5 മിനിറ്റോടെ നീണ്ടു. ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറയുന്ന അതിനെക്കുറിച്ച് മറ്റൊരു ക്ലാസ് സംഘടിപ്പിക്കാമെന്നുള്ളതാണ്. അത് തന്നെയായിരിക്കും നല്ലത്. ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് 100% അറിയാം. അതുകൊണ്ട് തന്നെ അതെ തന്നെ ഫുൾ ടൈം ക്ലാസ് ചോദ്യോത്തരത്തോടു കൂടി വെച്ചെങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമായിട്ടൊരു 2 മണിക്കൂറെങ്കിലും പറഞ്ഞെങ്കിലേ ഉള്ളൂ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്റ്റോക്ക് മാർക്കറ്റ്, MLM പോലുള്ള പലതും ബാക്കി കിടപ്പുണ്ട്. നമുക്ക് അവസരം കിട്ടിയാൽ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം. അല്ലാഹു തആല അതിന് തൗഫീഖ് തരട്ടെ. പെട്ടെന്ന് ചോദിക്കാനുള്ള ചോദിച്ചു. ആ ആ ആ അതെ, അത് അവർക്ക് മേടിക്കാം. പക്ഷേ നമുക്ക് കിട്ടുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് പ്രശ്നവുമില്ല. നമ്മൾ കൊടുക്കുന്ന പൈസയാണെങ്കിലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാളൊന്നും കൊടുത്തിട്ട് കിട്ടിയതല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് അവിടെ പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്ത് സ്വീകരിക്കാം, കുഴപ്പമില്ല. പക്ഷേ കാശ് കൊടുത്തിട്ട് ഇങ്ങോട്ട് കിട്ടുമ്പോൾ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ അത് റിബയായി മാറും. എങ്ങനെ? ഇല്ലില്ല, അത് ആക്കിലയോടൊക്കെയാണ് തശ്ബീഹ് ചെയ്യുന്നത്. അത് വിശദീകരിക്കണ കുറച്ച് സമയം പിടിക്കും. നമ്മുടെ ദിയത്ത് കൊടുക്കുന്ന സംഭവമില്ലേ, അതുമായി കണക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് പിന്നെ അതുമായി വിശദീകരിച്ചാലേ ക്ലിയർ ആവുള്ളൂ. അത് പിന്നെ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. സമയം കുറവായതുകൊണ്ട് തൽക്കാലം നമുക്ക് അവിടെ നിർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചവൻ പുറത്തു തരട്ടെ. എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരുത്തി തരിക.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും മനസ്സിലാക്കിയതും കേട്ടതുമായ കാര്യങ്ങൾ നമുക്ക് അമലിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.